Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. ആരാ അവിടെ ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറഞ്ഞോണ്ട് വരുന്നത്? ഉറക്കമൊന്നുമില്ലേ? ഓക്കെ, നിങ്ങളുടെ പ്രേയർ എല്ലാം കഴിഞ്ഞോ? No, ma'am. Okay, please we can start. Prayer. Dear God, we thank you for bringing us together today. Please bless our teacher with wisdom and care. Open our minds to understand new lesson. Fill our hearts with love, respect, and peace. Stay with us and guide us throughout this class. Thank you. ഓക്കെ, ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? Sign in. On behalf of all the students, it is my privilege to extend a very special welcome to our ma'am. We are thrilled to have you as our guide in this virtual learning space. We are eager to learn from your expertise and are confident that you will inspire and challenge us to reach our full potential in this new online format. I welcome all my friends and once again welcome you, ma'am. Okay, thank you so much. Okay, fine. So ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെയായിരുന്നു? Ma'am, the relevance and contribution of educational psychology. അത് കഴിഞ്ഞോ? അത് തുടങ്ങി? Yes, ma'am. തീർന്നു. ഇനി methods of educational psychology. യെസ്, ചോദിച്ചോളൂ, ഡൗട്ട്. മാം, ഈ റിഡിൽ സോങ് ചെയ്യുമ്പോ അത് ഇപ്പോ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടാണോ അതോ ഒരു റിഡിൽ സോങ്ങിൽ പലത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? പലത് ഇൻക്ലൂഡ് ചെയ്യാൻപ്പോഴേക്കും കുറെ ലൈൻസ് വരില്ലേ? കാരണം നമ്മൾ ക്ലൂസ് നമുക്ക് എന്തായാലും 2-3 ലൈൻസ് എങ്കിലും വേണ്ടി വരില്ലേ ഒരെണ്ണത്തിന്റെ ഒരു ക്ലൂ കൊടുക്കാൻ. അപ്പം കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ബ്രേക്ക് ചെയ്ത് കുട്ടികൾക്ക് പ്രസന്റ് ചെയ്താൽ മതി. കാരണം കുട്ടികളെ സംബന്ധിച്ച് അവര് റൈം അവര് പലതവണ റിപ്പീറ്റ് ചെയ്ത് ചൊല്ലുമ്പോഴാണ് അവരത് കാണാതെ പഠിക്കുന്നത്. അല്ലെ, കാണാതെ മീൻസ് അവരും റിപ്പീറ്റ് ചെയ്ത് കാണാതെ പറയുന്നത്. അപ്പം അതിന് നമുക്ക് കുറേ ലൈൻസ് ഉള്ള റൈം ആയാൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 8-12 ലൈൻസ് ഇങ്ങനെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് റിഡിലൊക്കെ ഇങ്ങനെ 2-3 സബ്ജക്റ്റിനെ വെച്ചിട്ട് റിഡില് ചെയ്യുമ്പോ എന്തായാലും ഒരെണ്ണത്തിനുള്ള ക്ലൂ ഒരു അറ്റ്ലീസ്റ്റ് 2 സെന്റൻസ് എങ്കിലും 2 ലൈനെങ്കിലും വേണ്ടി വരും അല്ലെ അതിന്റെ ക്ലൂ കൊടുക്കാൻ. കടങ്കഥ ചോദിക്കുമ്പോ അങ്ങനെയല്ലേ, 2 ലൈനെങ്കിലും വരില്ലേ, അല്ലെങ്കിൽ ഒറ്റ ലൈനെങ്കിലും വരില്ലേ? 3-4 ആൻസർ വരുമ്പോ അതിനനുസരിച്ച് നോ പ്രോബ്ലം, കുഴപ്പമില്ല. പിന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പും അതുപോലെയാണോ അതോ ഇപ്പൊ ഒരു ഫ്ലവറിനെ പറ്റി ചോദിക്കാം? ഞാൻ എഴുതിയത് ഞാൻ പറയാം. ഇത് ശരിക്കും ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് തീം മാത്രമേ തരുള്ളൂ, ആ ടൈറ്റിൽ മാത്രമേ തരുള്ളൂ. നമ്മൾ എങ്ങനെ ചിന്തിച്ച് അത് എഴുതുന്നു, അതാണ് ശരിക്കും മോണ്ടിസോറി മെത്തേഡില്. അതിപ്പോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് ചിലപ്പോൾ ഒരെണ്ണത്തിനെ കുറിച്ച് മാത്രമായിരിക്കും എഴുതിയിരിക്കുന്നത്. ഞാൻ ഒരു 4 എണ്ണത്തിനെ കുറിച്ച്, ഒരു സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ, അടുത്ത സെന്റൻസിന്റെ ആൻസർ, ആ രീതിയിലാണ് എഴുതിയത്. എങ്ങനെ നിങ്ങൾ എഴുതണം എന്ന് ഒരിക്കലും ഞങ്ങളുടെ ട്രെയിനർ ഞങ്ങൾക്ക് പറഞ്ഞു തരില്ല. അപ്പം അത് ഈ പറയുന്ന സ്റ്റുഡൻസ്, അതായത് ട്രെയിനീസിന്റെ ജോലിയാണ്. നമ്മളിങ്ങനെ ചിന്തിക്കും ഇതെങ്ങനെ ഞാൻ കൊടുക്കണം, ആ രീതിയിലാണ്. പക്ഷെ ഔട്ട് ഓഫ് ദ വേ ഞാൻ നിങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ലൈക്ക് ഞാൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ഞാൻ ചെയ്ത മോഡൽ എല്ലാം ഞാൻ വായിച്ചെല്ലാം കേൾപ്പിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോഡലേ ഇല്ല, ഞങ്ങൾ തന്നെ ഇരുന്ന്. അപ്പൊ ശരിക്കും ഞാൻ ചെയ്തത് തെറ്റാണോ എന്ന് എനിക്കൊരു സംശയം. കാരണം നിങ്ങളുടെ അത്രയും കൂടെ ക്രിയേറ്റിവിറ്റിയെ ഞാൻ അങ്ങ് തടഞ്ഞു. അപ്പൊ ശരിക്കും നമ്മള് ഇങ്ങനെ ആലോചിക്കുക, നമ്മൾക്ക് എന്താണോ തോന്നുന്നത് ആ രീതിയിൽ നമ്മൾ ചെയ്തു വെക്കുക ചെയ്യുന്ന റെക്കോർഡ്. അങ്ങനെ വരുമ്പോ എന്ത് പറ്റുന്ന വെച്ചാൽ ഞങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യാറില്ല. അതാണ് അതിന്റെ രസം. അങ്ങനെ ഒരു ക്ലൈമറ്റ് ക്ലാസ്സില് പരസ്പരം ഡിസ്കസ് ചെയ്യാറുമില്ല. അങ്ങനത്തെ അത് വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ നമ്മൾ ആയി മാറുക. നമ്മള് വേറൊരാളോട് ചോദിച്ച് അങ്ങനെ അത് വേറൊരു രീതി. അങ്ങനെയല്ല. ഇപ്പൊ നമ്മളിങ്ങനെ തന്നെ ഇരുന്ന് ആലോചിക്കുമ്പോ കിട്ടും. അപ്പൊ പിന്നെ നമുക്ക് ഒരാളോട് ചോദിക്കേണ്ട വരില്ല. നമുക്കിങ്ങനെ സഹായം, സപ്പോർട്ട് ഇങ്ങനെ നിറയെ ചുറ്റുമുള്ളപ്പോഴാണ് നമ്മൾ തന്നെ ചെയ്യാതിരിക്കുന്നത്.
ഇത് നമ്മൾ തന്നെ ഇരുന്ന് ചെയ്യുക. കാരണം ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങൾ മീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കൂടെ പോയിട്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ചെയ്തതൊന്നും കാണിക്കുന്നൊന്നും പറയാൻ സമയമില്ല. അതുകൊണ്ടാണ് ചോദിക്കാത്തത്. അപ്പൊ നമ്മളിരുന്ന് തന്നെ ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടും. എല്ലാരും അതുപോലെ തന്നെ എല്ലാരും തന്നെ അങ്ങ് എഴുതും. അപ്പോഴൊരു ചില വെറൈറ്റി സമയത്ത് ഉണ്ടാവും. അതെ അതെ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ വായിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മനസ്സിൽ ആ ഒരു മോഡലാണ്. ഇപ്പൊ വൈവയൊക്കെ ചെയ്യുമ്പോൾ എല്ലാരും പറഞ്ഞു, ഞാൻ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു, AI ഹെൽപ്പ് എടുത്തു, ഗൂഗിൾ സെർച്ച് ചെയ്തു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ആരും ഇതൊന്നും ചെയ്തിട്ടില്ല. അന്ന് ഗൂഗിൾ മാത്രമേ ഉള്ളൂ, ചാറ്റ് ജിപിടി AI ഇല്ലല്ലോ. പിന്നെ പഴയ ബുക്കുകളും റെഫർ ചെയ്തിട്ടില്ല. കാരണം അന്ന് അതായിരുന്നു, ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. പ്രയർ സോങ് ഒക്കെ ഞങ്ങൾ ക്ലാസ്സിലിരുന്ന് എഴുതിയത്. നമുക്കിവിടെ ഒരു റെഫറൻസ് ഇല്ലാതെ നമ്മൾ തന്നെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുവാണ്. കാരണം ഈ ഒരു ഏജിൽ നമുക്ക് അങ്ങനെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുമെന്ന് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കിക്കുന്ന ഒരു സംഭവമാണിത്. യു ക്യാൻ ഡു ദിസ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇന്നർ ഗൈഡ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുക. അല്ലാതെ അവിടെ ഇങ്ങനെ ഒരാള് ഞാൻ ചെയ്തത് മറ്റയാൾ ആ ഒരു ഇതല്ല കേട്ടോ, ഒരു സെൽഫിഷ് മൈൻഡ് അല്ല. എല്ലാരും അങ്ങനെ പാകപ്പെടുവാണ്. തന്നെ ആലോചിക്കണം, ഞാൻ ഇത് തന്നെ കണ്ടെത്തണം, തന്നെ ഞാൻ ചെയ്യണം, അങ്ങനെ ആ ഒരു രീതിയിൽ. ഓൺലൈൻ ആയതുകൊണ്ടും പിന്നെ എന്താ പറയാ, എനിക്ക് ഫസ്റ്റ് ബാച്ചിൽ നിന്നൊക്കെ ഒരു മോഡല് കാണിക്കാതെ ഞങ്ങളൊക്കെ എങ്ങനെ ഇത് ചെയ്യണേ, അങ്ങനെ ഒരു രീതിയിൽ ഒരു ഇത് വന്നു. അപ്പൊ വന്നപ്പോ അത് 2 ടീച്ചർമാരായിരുന്നു അങ്ങനെ ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞു. എല്ലാം ചെയ്തതിന്റെ ഓരോ മോഡൽസ് കാണിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവര് എന്നിട്ട് വൈവയ്ക്ക് വന്നപ്പോ അവര് തന്നെ ചെയ്തു. ഭയങ്കര ഇന്നോവേറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്തു. ഞാൻ ഓരോന്നും കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവർ അതേപോലെ ചെയ്തു വെക്കുള്ളായിരുന്നു. അതായത് ഒരു ഫാമിലിയിലെ 2 ബ്രദേഴ്സിന്റെ വൈഫുമാരാണ് രണ്ടുപേരും. അവര് ചേർന്നിട്ടൊരു സ്കൂള്, നല്ല രീതിയിൽ പോകുന്നൊരു സ്കൂളാണ്. എനിക്ക് തോന്നുന്നു 10 ഇയേഴ്സ് ഒക്കെ ആയി ആ സ്കൂള്. ഇവർക്ക് രണ്ടുപേർക്കും ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇല്ല. ഏതെങ്കിലും പാരന്റ്സ് ചോദിച്ചാലോ എന്ന് കരുതിയിട്ട് അവർ രണ്ടുപേരും കൂടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ജോയിൻ ആയതായിരുന്നു. അപ്പം എന്നോട് ആദ്യം ഒരു ഡിമാൻഡ് ചെയ്തത്, ഞങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസിന്റെ ഒരു സാമ്പിള് കാണിക്കണം, ഡെമോ കാണിച്ചു തരണം, എങ്ങനെയാ ചെയ്യണേന്നത്. പറഞ്ഞു ഞാൻ കാണിക്കില്ല. പക്ഷെ വൈവയ്ക്ക് വന്നപ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ചെയ്തിരുന്നതെന്ന് അറിയോ. ഞാൻ അവർക്ക് അത് കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരു കോപ്പി ആയിരിക്കും ഞാൻ മിക്കവാറും വൈവയിൽ കാണുന്നത്. എനിക്ക് ഒരു വെറൈറ്റി തോന്നില്ല. നന്നായിട്ട് ചെയ്തിരുന്നു അവര്. പിന്നെ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. എന്നെ വിളിച്ചിട്ടൊക്കെ ഉണ്ട്, പാരന്റ്സിന് ക്ലാസ് എടുക്കാൻ വരണം, കുട്ടികളെ കാണാൻ ഒരു ദിവസം വരണം. എല്ലാ വർഷവും ആനിവേഴ്സറി കുട്ടികളുടെ നടക്കുമ്പോ അതൊക്കെ എനിക്ക് വീഡിയോ ഒക്കെ അയച്ചു. ഞാൻ അവരെ അങ്ങനെ ആക്കി എടുക്കുവാണല്ലോ ചെയ്തത്. അപ്പൊ അതിന്റെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മേ ബി തുടക്കത്തില് ചിലപ്പോ ഒരു അനിഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. അത് തന്നെയായിരുന്നു ശരി. അങ്ങനെ നമ്മൾ ആലോചിക്കും, നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു 80 പേര് ക്ലാസ്സിലുണ്ടെങ്കിൽ 80 പേരും ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടായിരിക്കും. ഇത് ആക്ച്വലി സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ വൈവയ്ക്ക് വരുമ്പം ആക്ഷൻ സോങ് ഏതെങ്കിലും പ്രസന്റ് ചെയ്യാൻ പറയുമ്പോ എല്ലാവരും ഒന്ന് തന്നെയാ പറയണേ. അപ്പൊ നമുക്ക് അവിടെ ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നില്ല. മാർക്കൊന്നും കുറയ്ക്കൊന്നുമില്ല, ഞങ്ങൾക്ക് ഡെഫിനറ്റ്ലി മാർക്ക് തരും കേട്ടോ, അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു വെറൈറ്റി നമുക്കൊരു ക്രിയേറ്റീവായിട്ടൊന്നും കാണുന്നില്ല. ക്രിയേറ്റിവിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി, അതാണ് ഇപ്പോ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീച്ചർ അത്രയും അപ്ഗ്രേഡഡ് ആകണം, എനേബിൾ ആവണം, കേപ്പബിൾ ആകണം, ഉള്ളിലുള്ള കപ്പാസിറ്റി മുഴുവനും പുറത്തേക്ക് വരണം. അതാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ മാത്രമാണ് കുട്ടികളെ കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റും. കുട്ടികളിലും അത് വരുള്ളൂ. കുട്ടികൾ എപ്പോഴും ടീച്ചറെ റോൾ മോഡലായിട്ട് കാണുന്നത്. കുട്ടികൾ സ്ഥിരം കാണുന്ന ഒരു സാധനം ആ ടീച്ചർ കാണിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും തോന്നില്ല. അതേസമയം നമ്മൾ കണ്ടിട്ടില്ലേ, ചില കുട്ടികൾ ചില കഥകൾ നമ്മളോട് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്, അത് നമ്മളുടെ നറേറ്റ് ചെയ്യുന്ന നമ്മളുടെ ആ ഒരു കപ്പാസിറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മൾ നറേറ്റ് ചെയ്യുന്നുണ്ടാവും കുട്ടികളുടെ അടുത്ത്. അതാണ് നമ്മളുടെ ഒരു വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് വാക്കുകൾ കൊണ്ട് അമ്മാനം പാടുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. വക്കീലന്മാരൊക്കെയാണ് ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാര്. ചില ക്ലാസ് എടുക്കുന്നവര് ക്ലാസ്സിനെ എൻഗേജ് ചെയ്യിക്കും, തുടക്കം മുതൽ ഒടുക്കം വരെ ക്ലാസ്സിനെ എൻഗേജ് ചെയ്യിക്കും. അങ്ങനെ വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് അതൊരു ടീച്ചർക്കുള്ള ഏറ്റവും നല്ലൊരു ഇന്റലിജൻസ് ക്വാളിറ്റിയാണ്. നമുക്ക് ചില ഇന്റലിജൻസ് ഒന്നും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചിലത് നമുക്ക് അത് ആക്കിയെടുക്കാൻ പറ്റും. അതിലൊന്നാണ് ഈ വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്.
മ്യൂസിക് റിതമിക് ഒന്നും നമുക്ക് അതൊക്കെ നമുക്ക് ജന്മനാ കിട്ടുന്ന അതൊരു സിദ്ധിയാണെന്ന് തന്നെ പറയൂലേ, ഒരു ഡിവൈൻ ഇത്. പിന്നെ ഡാൻസ് അങ്ങനെയുള്ളതൊക്കെ ചിലതൊക്കെ നമുക്ക് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിലൊന്നാണ് ഈ വെർബൽ ലിംഗ്വിസ്റ്റിക്. നമ്മൾ ധാരാളം വായിക്കുക, വായിച്ച് മനസ്സിലാക്കിയത് നമ്മളൊന്ന് എഴുതി വെക്കുക, മനസ്സിലിട്ടൊന്ന് അനലൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മളുടെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ടീച്ചർക്ക്. നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു. കമ്മ്യൂണിക്കേഷനിൽ തന്നെ ആക്റ്റീവ് ലിസണിങ്ങും ആക്റ്റീവ് സ്പീക്കിങ്ങും വരും. റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ് ഇതെല്ലാം വരും കമ്മ്യൂണിക്കേഷന്റെ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. അപ്പൊ അതൊരു ടീച്ചർക്ക് ശരിക്കും വേണം. ഒരു ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ക്ലാരിറ്റി ഇല്ല, പറയുന്നത് മനസ്സിലാകുന്നില്ല, ക്ലിയർ ആവുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അപ്പൊ തന്നെ പോയില്ലേ, പിന്നെ ആരും ശ്രദ്ധിക്കില്ല. അപ്പൊ അതെല്ലാം നമ്മളുടെ ഇതിനകത്ത് നമ്മൾ അതിൽ ആ ഒരു ഏരിയയിലൊക്കെ നമ്മൾ ഷൈൻ ചെയ്യണം. നല്ലപോലെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. കഴിഞ്ഞ ദിവസം ഞാനിപ്പോ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു മെന്റർ, ഒരു മാം ഉണ്ടായിരുന്നു. മാം ഒരു സയന്റിസ്റ്റ് ആട്ടോ. മാം എന്നോട് ഇങ്ങനെ ഒരു കോട്ടയത്തുള്ള ഒരു ടീച്ചറുടെ ഒരു അനുഭവം പറഞ്ഞതാ. ഒരു CBSE സ്കൂളിലെ ഒരു ടീച്ചറായിരുന്നു. ടീച്ചർ ഒരു 20 ഇയേഴ്സോളം എക്സ്പീരിയൻസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ടീച്ചർ ഒരു ക്ലാസ് റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ 10th കുട്ടികളാണ്. അപ്പൊ 10th എക്സാം അടുത്തിരിക്കുന്ന ആ സമയത്ത് അപ്പൊ ടീച്ചർ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചൊക്കെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പഠിച്ചൂടെ എന്ന് ചോദിച്ചു. ഒരു പയ്യൻ എണീറ്റ് നിന്നിട്ട് ചോദിച്ചു, നീ ആരാടി ഇത് ചോദിക്കാന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ അവൻ ചോദിച്ചു, നീ ആരാടി ഇത് ചോദിക്കാന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ടീച്ചർ പെട്ടെന്ന് വല്ലാണ്ടായിപ്പോയി. കാരണം ടീച്ചർ ഒരിക്കലും കുട്ടികളോട് ഹാർഷായി പെരുമാറുന്നോ, ടീച്ചർ ആ ചോദിച്ചു തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ചോദിച്ചത്. വളരെ ഹാർഷായിട്ടൊന്നും ടീച്ചർ ഇതുവരെയും സംസാരിച്ചിട്ടില്ല എന്ന് കുട്ടികളുടെ അടുത്ത്. അപ്പൊ എന്നിട്ട് പിന്നെ കുട്ടികൾ ടീച്ചറെ തടഞ്ഞു. ക്ലാസ്സിലേക്ക് കയറാനായിട്ട് വന്ന പിള്ളേരെല്ലാം കൂടെ ചേർന്ന് തടഞ്ഞു. ടീച്ചർ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെന്റിൽ കംപ്ലൈന്റ് കൊടുക്കാം എന്ന്. ടീച്ചർ ഇങ്ങനെ തളർന്നില്ല, ശരിക്കും വല്ലാണ്ട് ഷോക്കായി പോയെങ്കിലും പിന്നെ അവര് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവര് നേരെ ഓഫീസ് റൂമിൽ ചെന്ന് റെസിഗ്നേഷൻ എഴുതുമായിരുന്നു ചെയ്തത്. അപ്പൊ ഈ എന്റെ മെന്ററായ മാം എന്നോട്, അത് ഇവരുടെ ബാച്ച്, ഞാൻ 3rd ബാച്ച് ആ ഒരു കോഴ്സിലെ, ഇവരുടെ ഫസ്റ്റ് ബാച്ചിൽ ഒരു മാമിന്റെ ആ മാം ഉണ്ട് ഞങ്ങളുടെ കൂടെ മെന്ററായിട്ട്. അപ്പൊ ഈ മാം എന്നോട് ചോദിച്ചു, എനിക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ എനിക്ക് ആകെ എന്റെ ലൈഫില് അത് ബിറ്റർ എക്സ്പീരിയൻസ് എന്നൊന്നും എനിക്ക് പറയാനില്ല. അത് കുട്ടികളുടെ സ്വഭാവത്തിലൊരു വ്യത്യാസം കൊണ്ടുള്ളതെന്ന് എനിക്ക് ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അന്ന് ഞാൻ ഉൾക്കൊണ്ടിരുന്നു. അന്ന് എനിക്ക് 24 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് ഞാനൊരു പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യായിരുന്നു. ഈ പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 60 കുട്ടികളുണ്ട്. ഈ 60 കുട്ടികളിൽ ഒരു 15 പേരെ പെൺകുട്ടികളുള്ളൂ, ബാക്കിയെല്ലാം ബോയ്സ്. പൊതുവെ പോളിടെക്നിക്കിൽ പിള്ളേരെന്ന് പറയുമ്പോൾ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അതില് ശരിക്കും +2 കഴിഞ്ഞ് ഡിഗ്രി ഏതോ കംപ്ലീറ്റ് ചെയ്തിട്ട് പോളിക്ക് വന്നൊരു പയ്യനുണ്ട്. അപ്പൊ ഏകദേശം അവനും ഞാൻ ഒരേ പ്രായമാണ്. അപ്പൊ അങ്ങനെ ഒരു പയ്യനുണ്ടായിരുന്നു. ക്ലാസ്സിൽ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെ ഏതാണ്ട് കൊല്ലാൻ വന്നിരിക്കണ പോലെ ഇരിക്കുന്നത്. ഇവന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഏത് ടീച്ചറാണോ ക്ലാസ് എടുക്കാൻ വരുന്നത് അതിനു മുമ്പ് എന്ത് ടോപ്പിക്കാണോ എടുക്കാൻ വരുന്നത് ആ ടോപ്പിക്ക് മുഴുവൻ അരച്ചു കലക്കി അതിന്റെ എല്ലാ ഏരിയയും പഠിച്ചിട്ടേ വരുള്ളൂ. പഠിച്ചിട്ട് വന്നിട്ട് ഇവൻ ഇങ്ങനെ ഇരിക്കും, നിനക്കുള്ള പണി ഞാൻ ഇപ്പൊ തരാം, ഒരു ഭാവത്തിൽ അവൻ ഇരിക്കുന്നത്. എല്ലാ ടീച്ചേഴ്സിന്റെയും ക്ലാസ്സിൽ അങ്ങനെ കേട്ടോ. ഇച്ചിരി പാവമാകുന്ന ടീച്ചറെയൊക്കെയാണ് അവൻ ടാർഗറ്റ് ചെയ്യുന്നത്. സാറുമാരൊക്കെ ആണെങ്കിൽ അവൻ അങ്ങനെ ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഞങ്ങള് കുറച്ച് ലെക്ചേഴ്സ് ഉണ്ടായിരുന്നു ഈ ഒരു പ്രായത്തിലൊക്കെ തന്നെയുള്ളത്. ഇവൻ ഇരുന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കൽ തുടങ്ങും. നമ്മള് ക്ലാസ് എടുക്കും, ഭയങ്കര ഡൗട്ട്സാ ചോദിക്കുന്നത്. കുറെയൊക്കെ നമ്മളിങ്ങനെ ക്ലിയർ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഇവന്റെ ഡൗട്ട്സ് നമുക്ക് അങ്ങോട്ട് മനസ്സിലാവുക പോലുമില്ല, അങ്ങനെയുള്ള രീതിയിൽ വരും. കുറെയൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിൽക്കും, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യും. നമുക്കറിയാം ഇവനെ അറിയാൻ വേണ്ടി ചോദിക്കണതല്ല, നമ്മളെ ആക്കാൻ വേണ്ടി ചോദിക്കണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതെല്ലാ ടീച്ചർമാരും പറയുകയും ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഒരു ഡൗട്ട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല, ഞാൻ നല്ലപോലെ ഒന്ന് റെഫർ ചെയ്തിട്ട് നോക്കിയിട്ട് പറയാം, കുറച്ച് സമയം തന്നെ എന്ന് പറഞ്ഞു. അവനൊരു അക്ഷരം വേണ്ടിയില്ല. അന്ന് അവൻ ഒതുക്കി. പിന്നെ അവൻ എന്റെ അടുത്ത് അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ എനിക്ക് ഒരു കുട്ടിയുടെ അനുഭവം ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഉള്ള അനുഭവങ്ങൾ വളരെ സ്നേഹമാണ്. എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും വളരെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പേസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് എന്തും എന്നോട് ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ആ ഒരു ടീച്ചറുടെ അനുഭവം കേട്ടപ്പോ എനിക്ക് ശരിക്കും ഷോക്കായി പോയി. കാരണം നീ ആരാടി ചോദിക്കുക എന്നൊക്കെ. ഒരു നല്ല അമ്മയേക്കാൾ പ്രായം ഉണ്ടാവും ഒരു പക്ഷെ ആ ടീച്ചർക്ക്. നല്ല ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഉള്ളത്. എക്സ്പീരിയൻസിന്റെ നല്ല പ്രായമെങ്കിലും മാനിക്കാമായിരുന്നു കുട്ടികൾക്ക്. എക്സ്പീരിയൻസ് എന്തു ആയിക്കോട്ടെ, പ്രായത്തെ മാനിക്കായിരുന്നു കുട്ടികൾ. ഇപ്പൊ കോട്ടയം സൈഡിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് കാണുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്.
ആ ടീച്ചർ എന്നോട് പറഞ്ഞു, എനിക്കത് അങ്ങനെ അറിയില്ല, ജനറലൈസ് ചെയ്ത് നമുക്കൊരു സ്ഥലത്തെ പറയാൻ പറ്റില്ലല്ലോ. എനിക്കുണ്ടായ അനുഭവം കോട്ടയത്ത് നിന്ന് തന്നെയായിരുന്നു. കോട്ടയംകാരനായിരുന്നു പയ്യൻ എനിക്കുണ്ടായത്. അപ്പൊ അത് എന്താണ് 2004 കുറേ വർഷം മുമ്പാണ്. പിന്നെ വേറെ ഒന്നും അങ്ങനെ അനുഭവങ്ങൾ, വേറെയൊക്കെ എല്ലാം നല്ല നല്ല അനുഭവങ്ങളെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് വരെ. അപ്പൊ നമ്മളൊരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മളൊരു അട്രാക്റ്റീവ് നേച്ചർ ആയിരിക്കണം. കാഴ്ചയിലുള്ള അട്രാക്ഷൻ അല്ല കേട്ടോ, അത് വേറെയാ. കാഴ്ചയിലുള്ള അട്രാക്ഷൻ അല്ല പറയുന്നത്. കാഴ്ചയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസന്റ് ആയിരിക്കണം. നമ്മൾ ഈവൻ നല്ല പ്ലസന്റ് ആയിട്ട് നമ്മൾ നല്ല നല്ല ഇതായിട്ട് നടക്കുവാണെങ്കിൽ, മേക്കപ്പ് അങ്ങനെയൊന്നുമല്ല, ആരും ഒന്ന് ശ്രദ്ധിക്കും. കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. പിന്നെ കുട്ടികളാകുമ്പോൾ അവർക്ക് ചില കളറിനോടൊക്കെ ഇഷ്ടം തോന്നും. നമ്മളോട് ചിലപ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്യുന്ന ആളെ ആ കളർ ഡ്രസ് ഇടാമോ, എന്നോടും അങ്ങനെ മോണ്ടിസോറിയുടെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ ഒരു മോൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ അങ്ങ് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ലല്ലോ, കൊച്ചു കുട്ടികളല്ലേ. പക്ഷെ അതൊന്നും ഞാൻ നിങ്ങളോട് ക്ലാസ്സിൽ ഷെയർ ചെയ്തോന്ന് എനിക്കറിയില്ല. ഇങ്ങനെ സാധാരണ സൽവാർ ഇട്ടിട്ട ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ പോയിട്ടുണ്ടായിരുന്നത്. ഈ മോൻ വന്നിട്ട് എന്നോട് പച്ച സാരിയാണോ നീല സാരിയാണോ എന്ന് മറന്നുപോയി, സാരി ഉടുത്തിട്ട് വരാമോ എന്ന് ചോദിച്ചു. പച്ചയാന്ന് എനിക്ക് ഓർമ്മയാണ്, പച്ചയോ നീലയൊക്കെ. സാരി ഉടുത്തിട്ട് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ എന്തിനാന്നൊന്നും അവനോട് ചോദിച്ചില്ല, കാരണം വളരെ നിഷ്കളങ്കമായിട്ടല്ലേ ചോദിക്കുന്നത്, 4 വയസ്സ് പോലും ഇല്ല. ഞാൻ ശരി, അതിനെന്താ ഉടുത്തിട്ട് വരാലോ എന്ന് പറഞ്ഞു. ഞാൻ ഓപ്പോസിറ്റ് വീട്ടിലെ കുട്ടിയാട്ടോ, ആ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ് അവന്റെ വീട്. ഞാൻ പിറ്റേ ദിവസം സാരിയെ കൊടുത്ത്, ഇവൻ പറഞ്ഞ കളർ സാരിയെ കൊടുത്തു വന്നു. അപ്പൊ ഞങ്ങളുടെ ടീച്ചേഴ്സ് ആദ്യം എത്തുമല്ലോ. കുറച്ച് കഴിഞ്ഞ കക്ഷി ഓപ്പോസിറ്റ് വീട്ടിൽ നിന്ന് അച്ഛനാണോ അതോ മുത്തച്ഛനാണോ ആരോ കൊണ്ടാക്കുക. അപ്പൊ അവിടെ നിന്ന് അവനിങ്ങനെ ചിരിച്ചോണ്ട് വരുവാണേ. എന്നിട്ട് അവൻ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്റെ അമ്മയ്ക്കും പച്ച സാരി ഉണ്ടെന്ന്. അപ്പൊ എനിക്കത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ചേച്ചിമാരുണ്ടായിരുന്നു, അവരോട് ചോദിച്ചപ്പോഴാണ് അവര് പറഞ്ഞത് അവന്റെ അമ്മ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത്, വർഷത്തിൽ ഒരിക്കലെങ്ങാണ്ടേ വരുള്ളൂ. എനിക്ക് അവനോട് ഭയങ്കര സ്നേഹം തോന്നി. പാവം, അമ്മയെ അത്രയും മിസ് ചെയ്യുണ്ടാവുമല്ലോ. അങ്ങനെ ആവണം. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ്സ് യൂസിങ് ഇൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇത് പല മെത്തേഡ്സ് ഉണ്ട്. ഇത് ഈ കൊടുത്തിരിക്കുന്ന 4ഓ 5ഓ ഒന്നും അല്ല. 4എണ്ണത്തിന്റെ പേര് ആദ്യം ഇൻട്രോയിൽ കൊടുത്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോ 5 എണ്ണത്തിന്റെ എന്തോ പറഞ്ഞിട്ടുണ്ട്. എക്സ്പെരിമെന്റൽ മെത്തേഡും കൂടെ ഇടയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇൻട്രോസ്പെക്ഷൻ, ക്ലിനിക്കൽ ഓർ യെസ് പ്ലീസ്. ഇതിന് മുമ്പുള്ള മെത്തേഡ്സ് സൈക്കോളജിയാണ് പഠിപ്പിക്കുന്നത്. എന്തോ അതിന് മുമ്പുള്ള പോർഷനാണ് പഠിപ്പിക്കാനുള്ളത്. ഇതിനു മുമ്പുള്ള പോർഷനാണ് പഠിപ്പിക്കാനുള്ളത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലേ ഉള്ളൂ. ലിമിറ്റേഷൻസ് Methods of educational psychology. ഓക്കെ, മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അതായത് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. ഏത് മെത്തേഡ് പഠിപ്പിക്കണമെന്ന് നമ്മൾ 2-3 ഫാക്ടേഴ്സിനെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു കുട്ടി വരുന്നു, കുട്ടിക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂവിനനുസരിച്ചായിരിക്കും നമ്മൾ മെത്തേഡ് സെലക്ട് ചെയ്യുന്നത്. നേച്ചർ ഓഫ് ദ പ്രോബ്ലം ടു ബി സ്റ്റഡീഡ്, എന്താണോ ആ പ്രോബ്ലം അതിനനുസരിച്ചായിരിക്കും നമ്മൾ മെത്തേഡ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു മെത്തേഡിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ, റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം അവൈലബിൾ റിസോഴ്സ് ഉണ്ട് അതിനനുസരിച്ചായിരിക്കും നമ്മൾ മെത്തേഡ് സെലക്ട് ചെയ്യുന്നത്. എല്ലാ സ്കൂളുകളിലും ഫിനാൻഷ്യലി സൗണ്ട് ആവണമെന്നില്ല, നല്ല ഫണ്ട് ഉണ്ടാവണമെന്നില്ല, PTA ഫണ്ട് ഉണ്ടാവണമെന്നില്ല, അല്ലാത്ത ഫണ്ട് ഉണ്ടാവണമെന്നില്ല, മാനേജ്മെന്റിന്റെ കാര്യമായ ഫണ്ട് ഉണ്ടാവണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുക. ചില കേസസിലൊക്കെ പുറത്തുനിന്ന് എക്സ്പേർട്സിനെ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഹയർ ചെയ്യുക, അവൈലബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. അങ്ങനെ അതിനനുസരിച്ചായിരിക്കും നമ്മൾ മെത്തേഡ് സെലക്ട് ചെയ്യുക. അതാണ് അതിൽ പറയുന്നത് കേട്ടോ. എങ്ങനെയാണ് നമ്മൾ മെത്തേഡ് സെലക്ട് ചെയ്യുക, ഏത് സിറ്റുവേഷൻ ആണോ അതിനനുസരിച്ചായിരിക്കും ആ ഒരു മെത്തേഡ് സെലക്ട് ചെയ്യുക. ചില സ്കൂളുകളിലൊന്നും ആവശ്യത്തിന് ഫണ്ട് ഉണ്ടാവില്ല. അപ്പൊ അവരുള്ള റിസോഴ്സസ് ഒക്കെ വെച്ചിട്ടും മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ്സ് യൂസിങ് ഇൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഫസ്റ്റ് വൺ ഇൻട്രോസ്പെക്ഷൻ ആണ്. ഇൻട്രോസ്പെക്ഷൻ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇൻട്രോസ്പെക്ഷൻ ആവും. Educational psychology deals with the study of human behavior in educational situations.
The selection of a particular method depends upon nature of the problem to be studied, orientation and resourcefulness of the researcher, availability of the material subjects, time and financial resources. ഓക്കെ, ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷനെ 2 വേർഡായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആ 2 വേർഡിന്റെ മീനിങ് നമുക്ക് കാണാം. ലുക്കിംഗ് ഇൻവേർഡ് എന്നാണ് ഇൻട്രോസ്പെക്ഷന്റെ മീനിങ്. സെൽഫ് അനാലിസിസ്, അല്ലെ, സെൽഫ് എക്സാമിനേഷൻ എന്നൊക്കെ പറയും. നമ്മളെ നമ്മളെ തന്നെ അനലൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് സെൽഫ് അവയർനെസ്. നമ്മൾ കൂടുതലായിട്ട് നമ്മളെ അറിയും, അല്ലെ. ശരിക്കും ഒരു ടീച്ചറിന് മാത്രമല്ല ഏതൊരു വ്യക്തിക്കും ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യമാണ് സെൽഫ് അനാലിസിസ്, സെൽഫ് ക്രിട്ടിസൈസ്, സെൽഫ് ജഡ്ജ്മെന്റൽ. നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുക, നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുക, നമ്മളെ തന്നെ അനലൈസ് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരാളെ ചെയ്യാനായിട്ട് ഒരിക്കലും പോവില്ല. കാരണം നമ്മളുടെ തന്നെ കുറെ ശരിയാക്കാനുണ്ടാവും. ഒരിക്കലും നമ്മൾ വേറൊള്ള ആളെ ശരിയാക്കാനായിട്ട് നമ്മൾ പോവില്ല. എപ്പോഴും ആളുകളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു ടെൻഡൻസിയാണ് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാന്നുള്ളത്. ഇപ്പം എല്ലാവരും നല്ല മാറ്റമുണ്ട്. ആൾക്കാരൊക്കെ അവനവനെ ആ ഒരു സെൽഫ് അവയർനെസ്സിലേക്ക് പോകും. ഈ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കില്ല് തന്നെയാണ് കേട്ടോ. നമ്മളെ തിരിച്ചറിയാന്ന് പറയുന്നത് ഒരു സ്കില്ല് തന്നെയാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ ഇമോഷണൽ റെഗുലേഷൻ, നമ്മളുടെ ഇമോഷൻസിനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളെ തന്നെ അറിയും. ആ സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെയാണ് പെരുമാറുന്നത്, എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് നമ്മളെ അറിയുമോ. അപ്പൊ നമുക്കതൊരു ഫ്ലോസ്, നമുക്കതൊരു കുറഞ്ഞു. ഞാൻ ഇനി ആ സിറ്റുവേഷൻ അങ്ങനെ ആകാൻ പാടില്ല, ഞാൻ കുറച്ചുകൂടെ ശരിയാകാനുണ്ട് എന്നൊരു തോന്നല് നമുക്ക് വരും. അങ്ങനെ നമ്മളെ തിരിച്ചറിയുമ്പോൾ നമ്മൾ കൂടുതൽ ഷേപ്പ് ആവുകയാണ് ചെയ്യുന്നത്. സാധാരണ ആളുകൾ ഇത് ചെയ്യുന്നത് മൈൻഡ്ഫുൾനെസ്, ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ജേർണലിംഗ്, അതായത് ഡയറി എഴുതുന്ന ആൾക്കാരുണ്ടല്ലോ, അല്ലെ. ഡയറി എഴുതുന്നത് എന്താ, ശരിക്കും നമ്മളേക്ക് സെൻട്രലൈസ് ചെയ്തിട്ടാണ് പലപ്പോഴും ഡയറി എഴുതാറ്. നമ്മൾ ഫീൽ ചെയ്തത്, നമ്മൾ കണ്ടത്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്താണ് നമ്മൾ ഡയറിയിൽ കൂടുതൽ എഴുതുന്നത്. കാരണം നമുക്ക് നമ്മളുടെ ഇമോഷൻസ്, ഫീലിങ്സ് വേറൊരാളോട് പറഞ്ഞേക്കാളും കൂടുതൽ നമുക്ക് അങ്ങനെ ജേർണൽ ചെയ്ത് വെക്കും. നമുക്ക് കുറച്ചുകൂടെ നമ്മൾ ഭയങ്കരമായിട്ട് ആശ്വാസം കണ്ടെത്തും, അല്ലെ. അപ്പൊ ശരിക്കും ആ ഒരു സെൽഫ് അവയർനെസ്, അതാണ് ഇൻട്രോസ്പെക്ഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സ്കിൽ എന്ന് പറയുന്നത്. ഒരു ടീച്ചർ ഡെഫിനറ്റ്ലി ഇത് ചെയ്തിരിക്കണം. ഞാൻ എവിടെയാണ് എനിക്ക് കറക്റ്റ് ആവുന്നത്, ഞാൻ ഇനിയും എവിടെയോ ശരിയാവാനുണ്ടല്ലോ, അതൊക്കെ. പിന്നെ നമ്മൾ നല്ല പെർഫോം ചെയ്തത് നമുക്ക് ഒരു സെൽഫ് പാറ്റ് കൊടുക്കണം. ഐ എം വെരി ഗുഡ് ഇൻ ദാറ്റ് മൊമെന്റ് എന്നൊക്കെ. അതും ഒരു സെൽഫ് അവയർനെസ് തന്നെയാണ്. അല്ലാണ്ട് നമ്മുടെ കുറവുകൾ മാത്രമല്ല നമ്മൾ കണ്ടെത്തുന്നത്, നമ്മളുടെ സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കി നമ്മളൊരു എവിടെയെങ്കിലും ഒരു സിറ്റുവേഷനിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ള ഒരു ഫീൽ വരുമ്പോൾ നമ്മളുടെ ഒരു പ്രൗഡ് മൂമെന്റ്, അഹങ്കാരമല്ല, നമ്മളൊരു അഭിമാനം നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതും ഇൻട്രോസ്പെക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ്. അപ്പൊ ആ ഒരു സെൽഫ് അവയർനെസ് അത് എല്ലാ മനുഷ്യരിലുള്ളത് നല്ലതാണ്. ഓക്കെ, കൂടുതലും ഒരു കുറെ ഇന്റലിജൻസ് ഉണ്ട് നമുക്ക്. ഒരു 9 ഏരിയൽ ഇന്റലിജൻസ് ഉണ്ട്. അതിൽ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ട്. ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നതും ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നതും ഒരേപോലെ തന്നെയാണ്. ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമ്മളെ തിരിച്ചറിയാനായിട്ടുള്ള ആ ഒരു സ്കില്ലാണ് ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും പ്രോബ്ലം സോൾവിങ്, തന്നെത്താനെ നമ്മളെല്ലാം സോൾവ് ചെയ്യുക. നമ്മളെ തിരിച്ചറിയുന്നു, നമ്മുടെ സ്ട്രെങ്ത് അറിയുന്നു, നമ്മുടെ വീക്ക്നെസ് അറിയുന്നു. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യുന്നു, നമുക്ക് എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ ആ ഒരു ഗോള് സെറ്റ് ചെയ്യുന്നു. ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ ടോർച്ച് അടിക്കുന്നു. ഇരുട്ടുള്ള ഭാഗത്തൊക്കെ നമ്മൾ വെളിച്ചം നിറയ്ക്കുന്നു. അതാണ് ശരിക്കും ഇൻട്രോസ്പെക്ഷന്റെ ചെയ്യുന്നത്. ഇതൊരു ടീച്ചർ ആദ്യം തന്നെ ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്കത് കുട്ടികളെ കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റും. അതായത് ഒരു കുട്ടി വന്നിട്ട് പറയുക, എനിക്ക് എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല, ഞാൻ എന്തിനെങ്ങനെ ജീവിച്ചിരിക്കണേ, എനിക്ക് മടുത്തു, ഞാൻ ഐ എം ഗുഡ് ഫോർ നത്തിങ് എന്നുള്ള രീതിയിൽ ഒരു കുട്ടി വന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യിക്കുന്നത് അവനെ കൊണ്ട് ഇൻട്രോസ്പെക്ഷൻ ചെയ്യിച്ചു നോക്കും. അവന്റെ ഉള്ളിലേക്ക് തന്നെ ടോർച്ച് എടുപ്പിച്ച് അവനെ കാണിക്കുകയാണ് അവന്റെ സ്ട്രെങ്ത്, അവൻ എന്തൊക്കെ കഴിവുണ്ടായിരുന്നു. അതായത് അവനെ നിനക്ക് 2 കണ്ണുകളില്ലേ, നീ എല്ലാം കാണുന്നില്ല. സോ ദാറ്റ് ഇസ്, അത് അവന്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. ആ ഒരു വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ അവൻ ഇങ്ങനെ നിരാശനായി നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളുടെ നമ്മളും കൂടെ കരയല്ല ചെയ്യുന്നത്. അവരെ ഇൻട്രോസ്പെക്ഷൻ ചെയ്യിപ്പിക്കണം അവരെ കൊണ്ട്. നമുക്ക് കാശ് മുടക്കുള്ള കാര്യമല്ല.
അപ്പൊ ഒരു കുട്ടിയെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മളത് നല്ലപോലെ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അവരെ കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ നന്ദി പറയൂലോ, അങ്ങനെ പ്രയറിന്റെ ഭാഗമായിട്ടൊക്കെ എല്ലാരും പറയില്ലേ, ഇന്നത്തെ ദിവസം എനിക്കിത് നന്ദി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയാറുണ്ടല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രഷൻ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അത് ഇൻട്രോസ്പെക്ഷൻ തന്നെയാണ്. ഓക്കെ, അടുത്തത് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ പല ടൈപ്പ് ഉണ്ട്. Ma'am, clinical care study methods. അതതിന്റെ അടുത്തല്ലേ? ഒബ്സർവേഷൻ അല്ലേ അതിന് മുമ്പുള്ളത്? Okay, Yes, ma'am. ma'am, ഞാൻ observation. ബുള്ളറ്റ് പോയിന്റ് നോക്കി പറഞ്ഞു. ഒബ്സർവേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നില്ല. അതായത് ഒബ്സർവേഷൻ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. ഇതിലെ ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ 4 ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. നമ്മളൊരു ക്ലാസ് റൂമിലാണ്, നമ്മുടെ ടീച്ചേഴ്സ് ആണ്, ഒരു 20 കുട്ടികളുണ്ടെന്ന് വിചാരിച്ചു. നമ്മളൊരു ആക്ടിവിറ്റി കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു ആക്ടിവിറ്റി കൊടുക്കുകയാണ്. അപ്പോ ആ ആക്ടിവിറ്റിയിൽ 21ാമത്തെ പാർട്ടിസിപ്പന്റ് ആയിട്ട് നമ്മളും ആക്റ്റീവായിട്ട് പങ്കെടുക്കും. അത് ടീച്ചറും കുട്ടി എന്നുള്ള വ്യത്യാസം അവിടെ ഇല്ല. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ആയി ഇരുന്നു കൊണ്ട് നമ്മുടെ ഈ കുട്ടികളെ മുഴുവനും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അവരെങ്ങനെയാണ് അത് ചെയ്യുന്നത്. അതൊരു മെത്തേഡാണ്. ടീച്ചറും കൂടെ കൂടുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സന്തോഷം അത് വേറെയാണ്. മറ്റേത് ഇവരെ ആരോ എങ്ങനെ എക്സാമിൻ ചെയ്യാൻ വന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും. നമ്മളും അവിടെ പാർട്ടിസിപ്പന്റ് ആവുകയാണ്. അതാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു റൗണ്ടിൽ ഇരുത്തുവാണെങ്കിൽ ആ സർക്കിളിന്റെ ഭാഗമാണ് നമ്മൾ അവരുടെ കൂടെ ആ സർക്കിളിൽ ഇരിക്കുവാണ്. നെക്സ്റ്റ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഫസ്റ്റ് പറഞ്ഞതിന് തന്നെ രണ്ടാമത്തെ എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മൾ അതിലെ പാർട്ടിസിപ്പന്റ് അല്ല, നമ്മൾ സർക്കിളിന്റെ പുറത്ത് നിന്നിട്ട് ഇവരെ ഒബ്സർവ് ചെയ്യുകയാണ്, ഇവരെ ആക്ടിവിറ്റി ചെയ്യും. സിമ്പിൾ എക്സാമ്പിൾ, കുട്ടികൾ പരീക്ഷ എഴുതുന്നു, ടീച്ചർ അവിടെ ഇൻവിജിലേഷൻ മാത്രമല്ലേ ഉള്ളൂ, പുറത്തു നിന്ന് അവരെ ഒബ്സർവ് ചെയ്യുന്നു, ആക്ടിവിറ്റി ചെയ്യുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കുട്ടികളാണ് അല്ലെ. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ പരീക്ഷയല്ല, എന്തെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾ കൊടുക്കുമ്പോൾ നമുക്ക് കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കി അവരിപ്പോ ഏത് ഏരിയയിലാണ് അവർ കൂടുതൽ സ്ട്രോങ് എന്ന് മനസ്സിലാകാൻ ഒരു ആക്ടിവിറ്റി കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറെ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് നമ്മൾ പുറത്തു നിന്ന് അവരെ ഒബ്സർവ് ചെയ്യും. ഓക്കെ, മോണ്ടിസോറി മെത്തേഡില് ശരിക്കും നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ്. അവിടെ കുട്ടിക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. കുട്ടി അവിടെ ഇരുന്ന് ആക്ടിവിറ്റി ചെയ്യും. നമ്മൾ കുട്ടിയിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ കുട്ടിയെ ഒബ്സർവ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ അവരെ അസസ് ചെയ്യുന്നത്. കുട്ടി എത്ര സമയം കൊണ്ട് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നു, എത്ര തവണ ആക്ടിവിറ്റി ചെയ്തു, എത്രാമത്തെ തവണ ചെയ്തപ്പോഴാണ് അത് കറക്റ്റ് ആയത്, പിന്നെ എത്ര തവണ മിസ്റ്റേക്ക് വന്നു, ഓരോ മിസ്റ്റേക്ക് വരുന്നു അത് കറക്റ്റ് ചെയ്യാൻ കുട്ടി എന്തെല്ലാം മെത്തേഡ് യൂസ് ചെയ്തു, ഇതെല്ലാമാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അവന്റെ കൈയുടെ മൂവ്മെന്റ്സ്, അവന്റെ ശ്രദ്ധ, പിന്നെ എന്തെങ്കിലും അടുത്തുള്ള എന്തെങ്കിലും ശബ്ദം കേട്ടപ്പോൾ അവൻ ഡിസ്ട്രാക്റ്റഡ് ആയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചില കുട്ടികൾ ഡിസ്ട്രാക്റ്റഡ് ആയി അതിന്റെ വഴിക്ക് പോകും. ചില കുട്ടികൾ ഇങ്ങനെ ജസ്റ്റ് അക്നോളജ് ചെയ്യും ആ ശബ്ദം, പക്ഷെ ബാക്ക് ടു വർക്ക് ആയിരിക്കും. ചില കുട്ടികൾ ശബ്ദമേ കേൾക്കില്ല. അങ്ങനെ പല രീതിയിലുള്ള കോൺസെൻട്രേഷൻ ലെവൽ ഇതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതാണ് മോണ്ടിസോറി മെത്തേഡില്, മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ചെയ്യുന്നത്. പിന്നെ അതിലൊരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ കുട്ടിയെ ഒബ്സർവ് ചെയ്യുവാണെന്നുള്ളത് കുട്ടി അറിയാനേ പാടില്ല. അറിയുമ്പോൾ അതങ്ങ് ഡിസ്റ്റർബ്ഡ് ആവുമല്ലോ. നമ്മളും അങ്ങനെയല്ലേ, നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണുമ്പോഴേക്കും ഒരു അസ്വസ്ഥതയാണ്. അപ്പൊ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് പോലും വരുത്തരുത് എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. കാരണം ഏത് തരത്തിലുള്ള ഡിസ്റ്റർബൻസും കുട്ടിയുടെ ഡെവലപ്മെന്റിനെ തടയും എന്നാണ് അവർ പറഞ്ഞത്. സയന്റിഫിക് ആണ് അവർ പറഞ്ഞത്, കറക്റ്റ് തന്നെയാണ്. കുട്ടി ഡിസ്റ്റർബ്ഡ് ആകും അല്ലെ. ഇനി കൺട്രോൾഡ് ഒബ്സർവേഷൻ, നമ്മളൊരു കൺട്രോൾഡ് സിറ്റുവേഷനിലുള്ള ഒബ്സർവേഷൻ ആണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. കാരണം അവിടെ നമുക്ക് കൂടുതൽ മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ലാബ്, സ്കൂളുകളിലെ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഏതെങ്കിലും ഒരു ലാബ്, അതെന്ന് പറഞ്ഞ ഒരു ലിമിറ്റഡ് സ്പേസ് ആയിരിക്കും, ലിമിറ്റഡ് സാധനങ്ങളായിരിക്കും, കുട്ടികളുടെ നമ്പറും ലിമിറ്റഡ് ആയിരിക്കും. ആ ലാബിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ ഉണ്ടാവുള്ളൂ, നമ്പർ ലിമിറ്റഡ് ആയിരിക്കും. അങ്ങനെ ഒരു ലിമിറ്റഡ് സിറ്റുവേഷനിൽ നിന്നുള്ള ഒരു ഒബ്സർവേഷൻ, അതാണ് കൺട്രോൾഡ് ഒബ്സർവേഷനിൽ വരുന്നത്. ഓക്കെ, അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ, ഒരു വലിയൊരു ആനുവൽ ഡേ നടത്തുന്നു,
അല്ലെ? അവിടെ എന്ന് വെച്ചാൽ ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അവിടെ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ ആണ് അവിടെ നടക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള ഒബ്സർവേഷൻസ് ഉണ്ട്. വലിയൊരു പെയിന്റിംഗ് മത്സരം കുട്ടികൾ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും പല ഓരോ ഏജ് അങ്ങനെ ഓരോ ഏജിനനുസരിച്ച് കുട്ടികൾക്ക് ഒരു പെയിന്റിംഗ് കോമ്പറ്റീഷൻ നടത്തുകയാണ്. അപ്പൊ അവിടെ നമുക്കൊരു അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ ആണ്. വലിയൊരു ഹാളിലായിരിക്കും കുട്ടികളെല്ലാം കൂടി എത്തിയിട്ട് അങ്ങനെ ചെയ്യും ആ ഒരു രീതി. ഓക്കെ, ഇതാണ് അങ്ങനെ പല രീതിയിൽ. ഇവിടെ ഇതൊക്കെ കോസ്റ്റ് എഫക്റ്റീവ് ആട്ടോ. ഇൻട്രോസ്പെക്ഷൻ ആണെങ്കിലും ഒബ്സർവേഷൻ ആണെങ്കിലും നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നമുക്ക് കാര്യമായ ചെലവൊന്നും ഇവിടെ നടക്കുന്നില്ല. നമ്മുടെ ടൈം ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. വേറൊന്നും അവിടെ വേറെ റിസോഴ്സസോ മെറ്റീരിയൽസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ടി വരാറില്ല. ഇനി അടുത്തത് ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്. അത് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? Yes, ma'am. Clinical case study method. The clinical method is used for studying the behavior problems of a maladjusted or abnormal individual. In this, the term case is used to denote an individual facing problems that could be solved only on the basis of the detailed study. A child who is socially maladjusted or emotionally distraught, experiencing difficulty in the school, subject is clinical case. A clinical study is an in-depth study of the case in all its details. Hence, clinical methods are also known as case study or case history method. ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു മെത്തേഡാണ് ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്. കാരണം നമ്മൾക്ക് എന്താണോ പ്രോബ്ലം അതിനെ നമ്മളൊരു കേസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഒരു കുട്ടിയുടെ ഒരു ഇഷ്യൂ, അപ്പൊ അത് നമ്മൾക്കൊരു കേസാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പാസ്റ്റിലുള്ള കാര്യങ്ങൾ ഹിസ്റ്ററിയും കൂടെ നമ്മളുടെ ഡേറ്റ കളക്ട് ചെയ്യും. കുട്ടി ചിലപ്പോ 7 വയസ്സായിരിക്കും. കുട്ടിയുടെ ബാക്കിലേക്ക് പോയിട്ട് ആ ഏജിലൊക്കെ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ കുട്ടിയുമായി കണക്ട് ചെയ്യുന്ന ആളുകളെ റിലേറ്റ് ചെയ്യും. അപ്പൊ അവരുടെ നിന്നും ഡേറ്റ കളക്ട് ചെയ്യും. അങ്ങനെ ഇത് ഒരു ചിലപ്പോ പല സിറ്റിങ്സ് ഇരിക്കേണ്ടതായിട്ട് വരും ഈ ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡിന്. ഒരു സിറ്റിങ്ങിലോ 2 സിറ്റിങ്ങിലോ ഒന്നും തീരില്ല. ആ കേസിന് അനുസരിച്ച് 5, 6, 7 സിറ്റിങ്സ് വേണ്ടി വരും. അങ്ങനെയാണ് ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ് ചെയ്യുന്നത്. പലപ്പോഴും സ്കൂളുകളിൽ ഒരു പക്ഷേ ഇതിന് പറ്റിയ ഒരു ആളില്ലെങ്കിൽ പുറത്തു നിന്ന് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു റിസോഴ്സ് പേഴ്സൺ അല്ലെങ്കിൽ അതിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ നമ്മൾ വിളിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ചെറിയൊരു കോസ്റ്റ് ഒക്കെ വരാം. ടൈമും ഇതിൽ കൂടുതലാണ്. അത് കേസ് ചിലപ്പോ ഇപ്പൊ ഒരു ടീച്ചർക്ക് മുകളിൽ പറഞ്ഞ ഒബ്സർവേഷൻ ഇൻട്രോസ്പെക്ഷനിലൂടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കേസസ് ഒക്കെ വരുമ്പോഴാണ് ഈ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കംപ്ലീറ്റ് റൂട്ടിൽ നിന്നുള്ള കാര്യങ്ങൾ വരെയും ഡേറ്റ കളക്ട് ചെയ്ത് അതിനനുസരിച്ചായിരിക്കും കുട്ടിയുടെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോകുന്നത്. കേസ് എന്ന് പറയുന്നത് ആ ഒരു ഇൻഡിവിജ്വൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനെ ആയിരിക്കും. അതിനെ സോൾവ് ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽഡ് സ്റ്റഡി വേണം. അതുകൊണ്ടാണ് ഇതിനെ പഴയ കാര്യങ്ങളെല്ലാം ഡേറ്റ കളക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്നും കൂടെ വിളിക്കുന്നത്. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം ഇത് അതർ നെയിം അങ്ങനെയുള്ള രീതിയിൽ ക്ലിനിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി മെത്തേഡ് അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്നുള്ള രീതിയിൽ. ഇതൊക്കെ എക്സ്പേർട്ടുകൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. സൈക്കോളജിസ്റ്റുകളോ സൈക്കോതെറാപ്പിസ്റ്റുകളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ ടീച്ചർക്ക് ചിലപ്പോൾ പറ്റാത്ത പ്രോബ്ലം ആണെങ്കിൽ, അല്ലെങ്കിൽ ചില ടീച്ചേഴ്സിന് എഡ്യൂക്കേഷൻ സൈക്കോളജി നല്ല രീതിയിൽ മനസ്സിലാക്കി പോകുന്ന ഒരു ടീച്ചർക്ക് എക്സ്പീരിയൻസ് കൊണ്ടും ആ ഒരു ടീച്ചർക്ക് മുന്നിൽ വരുന്ന കുട്ടിയുടെ ഒരു പ്രോബ്ലം മനസ്സിലാക്കി ചില ടീച്ചർമാരും ഇത് നല്ല രീതിയിൽ ചെയ്യാറുണ്ട്. ഹിസ്റ്ററി മുഴുവൻ എടുത്തിട്ട് അപ്പൊ പാരന്റ്സുമായിട്ടുള്ള സെഷൻസും ഒക്കെ വേണ്ടി വരും. നെക്സ്റ്റ് വൺ എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ്. നല്ല പോലെ എക്സ്പെൻസ് വേണ്ടുന്ന ഒരു മെത്തേഡാണ് ഈ എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക്. മുകളിൽ പറഞ്ഞതിന് ടൈമും വേണം. പുറത്തുനിന്നൊരു റിസോഴ്സ് ആണെങ്കിൽ അയാൾക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ്. അടുത്തത് Experimental or scientific method. Experimental method is treated to be the most science and objective method for studying behavior. Hence, the investigator attempts to study the cause and effect relationship concerning human behavior by doing experiments that are objective observations under firmly controlled conditions. The main factor in this method is controlling conditions on variables. There are 3 types of variables: independent variables, dependent variables, and intervening or controlled variable.
indicates for the cause and dependent variable for the effect of that cause. The other factors that influence cause and effect relationships are called intervening variables. Experimental or scientific method, most scientific and objective method, നല്ല റിസൾട്ട് ഓറിയന്റഡ് ആണ്, ബട്ട് കോസ്റ്റ് കൂടുതലാണ്. ഇതിൽ നമ്മൾ കോസ്, ഒരു പ്രോബ്ലത്തിന്റെ കാരണം കോസ്, അതും എഫക്റ്റ് മൂലമുണ്ടാകുന്ന എഫക്റ്റ്, അങ്ങനെ ആ രണ്ട് വേരിയബിളിനെ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ കോസും എഫക്റ്റും തമ്മിലുള്ള കണക്ഷൻ വരുന്ന ഇന്റർവീനിങ് വേരിയബിൾസിനെ കണക്ട് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടിയുടെ അമ്മയെ നഷ്ടപ്പെട്ടു, മരിച്ചുപോയി എന്ന് വിചാരിക്കുക, എന്തെങ്കിലും അസുഖം. അപ്പോ അതുവരെയും ക്ലാസ്സിൽ നല്ല ഹാപ്പിയായി വന്ന കുട്ടി ഈ ഒരു സംഭവത്തിന് ശേഷം തീർച്ചയായിട്ടും അല്ലാതെ സങ്കടമായിരിക്കും. ആ സങ്കടത്തിലായിരിക്കും സ്കൂളിലേക്ക് വരുന്നത്. നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന ആള് പിന്നെ അങ്ങോട്ട് ഷാബി ആയിട്ട് വരാൻ തുടങ്ങി. ശരിയായ രീതിയിൽ മുടി കോംപ് ചെയ്യുന്നില്ല, നെയിൽസ് കട്ട് ചെയ്യുന്നില്ല, അങ്ങനെ അങ്ങനെ കുറെ കുട്ടിയില് ആ ഒരു പുറമേ തന്നെ കുറെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട്, പഠനത്തിൽ ശ്രദ്ധയില്ലാതെ വരും. ഇവിടെ സംഭവിച്ച ആ ഒരു ഷോക്കാണ് കുട്ടികളിൽ ഉണ്ടാക്കിയ എഫക്റ്റ് ഇതാണ് അല്ലെ, ആ ഒരു കോസും എഫക്റ്റ് ഇതാണ്. അപ്പൊ ഈ കോസ് ഇത് നമുക്ക് കുറയ്ക്കാനായിട്ട് നമ്മൾ ഇന്റർവീനിങ് വേരിയബിൾസ്, ആ ഒരു എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് വെച്ചത്. അപ്പൊ നമ്മൾ പല ഫാക്ടേഴ്സ് കണക്കിലെടുക്കും. കുട്ടി ഒരു പക്ഷേ അമ്മയുടെ എന്തെങ്കിലും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കയ്യിലെടുത്തിട്ടുണ്ടാവും. ഒരു പക്ഷെ അമ്മയുടെ കർച്ചീഫ് ആയിരിക്കും, അമ്മ യൂസ് ചെയ്ത പെർഫ്യൂം ആകാം, അങ്ങനെ എന്തെങ്കിലും കയ്യിൽ ചിലപ്പോൾ എപ്പോഴും കൊണ്ട് കാണും. അങ്ങനെ നമ്മൾ കാണാറുണ്ട് കുട്ടികൾക്ക്. പിന്നെ ഇനി ഡിപ്പെൻഡ് ചെയ്യാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും. അതായത് ഇപ്പൊ അവൻ ഇരിക്കുന്ന സീറ്റ് മാറ്റിയാൽ അവനെ ബാധിക്കില്ല, പക്ഷെ അമ്മയുടെ ഓർമ്മയ്ക്കായി കയ്യിൽ വെച്ചത് ചിലപ്പോ മാറ്റി കഴിഞ്ഞാലോ അത് കയ്യിലില്ലെങ്കിൽ അത് അവനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. ഇതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ ആ കുട്ടിയുടെ പ്രോബ്ലത്തിന്റെ നമ്മുടെ എഫർട്ട് കുറയ്ക്കാനേ പറ്റുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷനിൽ പെട്ടെന്ന് അവന്റെ സങ്കടം നമുക്ക് ഇങ്ങനെ മാച്ചു കളയാനോ അങ്ങനെയുള്ള പരിപാടിയൊന്നും പറ്റില്ല. സയന്റിഫിക് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. ചില ഹിപ്നോട്ടൈസ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ പറയും നമുക്കത് ഹിപ്നോട്ടൈസ് ചെയ്ത് മറന്നു കളയാതെ. പക്ഷെ നമ്മൾ അങ്ങനെ ഒരാളിപ്പം ഈ ഒരു കേസ് ഞാനിപ്പോ പറഞ്ഞൊരു എക്സാമ്പിള്, നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരാളെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്കത് വേദനയാണെങ്കിലും എപ്പോഴും അയാളുടെ ഒരു ഓർമ്മ നമ്മളെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാറുണ്ടല്ലേ സംടൈംസ്. അയാള് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത കാര്യങ്ങള്, അല്ലെങ്കിൽ അയാള് നമ്മൾ ചെയ്ത സപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് മരിച്ചുപോയവരെ നമ്മൾ മറക്കല്ല ചെയ്യുന്നത്. അവര് നമ്മളുടെ ഒപ്പം ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് നമുക്കൊരു ഫീലാണ് എപ്പോഴും. ഇപ്പൊ മുതിർന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഒരു എക്സാമിനൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ മുഖവും നമ്മുടെ മനസ്സിലൂടെ തെളിഞ്ഞു പോകും. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലെസ്സിങ്ങോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ കുട്ടിയെ സംബന്ധിച്ച് അമ്മയായിട്ട് അത്ര അറ്റാച്ച്മെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾക്കത് മറക്കുക എന്നുള്ളതല്ല, അവന്റെ ആ സങ്കടത്തിന്റെ എഫക്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് കുറച്ചു വരിക, അമ്മയുടെ ഇഷ്ടങ്ങൾ അവന്റെ ഓർമ്മയിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവൻ അമ്മ ഇവരെ പഠിപ്പിക്കുന്നതും ഓർത്ത് ആ ഒരു ഓർമ്മയോട് കൂടി അവൻ പഠനത്തിൽ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ളതായിരിക്കും നമ്മൾക്ക് കിട്ടേണ്ട റിസൾട്ട്. അതാണ് ഇവിടെ കോസും എഫക്റ്റും നമ്മൾ നോക്കും. എന്നിട്ട് ഇത് ആ ഒരു ഇതിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ഇന്റർവെൻഷൻസ് ചെയ്യാം, അതാണ് ഈ ഒരു മെത്തേഡിൽ വരുന്നത്. അപ്പൊ 3 വേരിയബിൾസിനെ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു മെത്തേഡ് സയന്റിഫിക്കലി ആണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും എക്സ്പേർട്ടായ പ്രൊഫഷണലി സൗണ്ട് ആയിട്ടുള്ള ഒരാളെ കൊണ്ടാണ് നമുക്കിത് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇതിന് കോസ്റ്റ് കൂടുതലായിരിക്കും. പലപ്പോഴും സ്കൂളുകളിൽ അങ്ങനെ ഒരു റിസോഴ്സ് പേഴ്സൺ ഉണ്ടാവണമെന്നില്ല, പുറത്തുനിന്ന് ഹയർ ചെയ്യേണ്ടി വേണം അങ്ങനെ കേസസ്. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ്. നിങ്ങൾക്കൊരു സർവേ ഞാൻ തന്നിട്ടുണ്ടായിരുന്നോ? യെസ് മാം. ഏതായിരുന്നു സർവേ? ഹെൽത്തിന്റെ അല്ല, അല്ലാതെ ചോദിച്ചേ. ഹെൽത്തിന്റെ ഇപ്പൊ തന്നെ നമ്മുടെ ലെസൺ തീരും. അപ്പൊ ഞാനൊരു സർവേ റിപ്പോർട്ടായിട്ട് വെക്കേണ്ട സർവേ ആണ് കേട്ടോ. റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. 50 മാർക്കാണ് അതിന്. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ വരുന്ന മാർക്കാണ് കേട്ടോ. അത്രയും സീരിയസ് ആയിട്ട് ആ ഒരു സർവേ ആണ്. നല്ല പോലെ ചെയ്തു കഴിഞ്ഞാൽ 48, 49 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കും. വൈവയിൽ അത് പ്രസന്റും കൂടെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 50-ന് 49, 48 മാർക്കൊക്കെ എന്തായാലും കിട്ടും.
ഓക്കെ, ഞാൻ സർവേ ചെയ്തു എന്ന് ചോദിക്കാൻ കാരണം ഒരു സർവേ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. നമ്മൾ ഹെൽത്തിന്റെ എങ്ങനെയാ ചെയ്തത്? ഓരോ ആൾക്കാരെ പോയി കണ്ട് ഡേറ്റാസ് കളക്ട് ചെയ്തു അല്ലെ? അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ ചെയ്യുന്ന പോലെയായിരുന്നു സർവേ ചെയ്തത് അല്ലെ? അത് ചെയ്തത്. അപ്പൊ സർവേക്ക് പല മെത്തേഡുകളുണ്ട്. ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ കാണാം, ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ ചെയ്യാം, ഒബ്സർവ് ചെയ്യാം. ആളുകൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് അവർ ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ ഒബ്സർവ് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യനെയേഴ്സ്, അതായത് കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കൊടുത്തിട്ട് ടിക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന സർവേ അങ്ങനത്തെയാണ്. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനെയർ തരും, അത് നിങ്ങൾ പാരന്റ്സിന്റെ അടുത്ത് ടിക്ക് ചെയ്ത് വാങ്ങുക, അത്രേ ഉള്ളൂ. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരു റിപ്പോർട്ട് ഉണ്ടാകും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഡിഫറൻഷ്യൽ സർവേ മെത്തേഡ് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? Differential or survey. Differential methods are based upon individual differences. It is sometimes called statistical method for the reason that statistical techniques become the major devices for studying individual difference. This method utilizes various techniques of controlling data like questionnaires, observation, interview, and use of statistics in analyzing the data. ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അതായത് ഇപ്പൊ നമ്മൾ സർവേ, ഇപ്പൊ നിങ്ങൾ 10 പേരെ ഹെൽത്തിന്റെ ചെയ്തപ്പോ ഓരോരുത്തരും അവരുടെ കാര്യമാണ് പറഞ്ഞല്ലേ. അപ്പൊ ഓരോ ഇൻഡിവിജ്വലിനെ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഡേറ്റയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഇതിനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് നമ്മൾ പറയും. കാരണം നമ്മൾ എന്നിട്ട് ഓവറോൾ ആൾക്കാരുടെ ഡേറ്റ കളക്ട് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ചെറിയൊരു ബ്രീഫിംഗ് ഹെൽത്തിനെ കുറിച്ച് എഴുതി വെച്ചത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു സർവേ നടത്തുമ്പോൾ ചെയ്യുന്നത്. നമ്മൾ കുറേ ആളുകളുടെ ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നമ്മളിങ്ങനെ കാര്യങ്ങൾ റിപ്പോർട്ട് എഴുതും. നമ്മള് സ്കൂളിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ഇപ്പൊ ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്, 40 കുട്ടികൾക്ക് മാത്സിൽ കിട്ടിയ മാർക്ക്, സയൻസിൽ കിട്ടിയ മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കളക്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ അതിന്റെ മീൻ മീഡിയൻ ഒക്കെ കണ്ടിട്ട് അതിന്റെ ഒരു ആവറേജ് മാർക്ക് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണുമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഡിഫറൻഷ്യൽ മെത്തേഡ് അല്ലെങ്കിൽ സർവേ മെത്തേഡിൽ ചെയ്യുന്നത്. അത് പല രീതിയിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, അതായത് ക്വസ്റ്റ്യനെയർ വെച്ചിട്ടും ഒബ്സർവേഷൻ, നമുക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കാം, ആളുകൾ അത് ഫില്ല് ചെയ്ത് തരുന്നത് വെച്ചിട്ടും ഒബ്സർവേഷൻ നമുക്ക് നേരെ ഒബ്സർവ് ചെയ്തിട്ടും, അതുപോലെ തന്നെ ഇന്റർവ്യൂ പോലെ നടത്തിയിട്ടും, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അങ്ങനെ യൂസ് ചെയ്തിട്ടും എല്ലാം നമുക്ക് സർവേ ചെയ്യുന്നത്. അങ്ങനെ പല രീതിയിലുള്ള ടെക്നിക്സും ടൂൾസും നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്നത്. ഇത്രയും മാത്രമല്ല, ഇതിൽ കൂടുതൽ പലതുണ്ടാവും, പുതിയതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. നമുക്ക് ശരിക്കും ഇത് വേണ്ടുന്നത് ശരിക്കും എന്തിനാണ്? കുട്ടികളെ എന്തെങ്കിലുമൊക്കെ അവരുടെ കൺഫ്യൂഷൻസ്, അവരുടെ ബുദ്ധിമുട്ടുകൾ അതെല്ലാം ക്ലാരിഫൈ ചെയ്തിട്ട് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് നമ്മൾ കേപ്പബിൾ ആകണമെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി നല്ല രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻട്രോസ്പെക്ഷൻ ചെയ്യാം, ഒബ്സർവേഷൻ ചെയ്യാം, ചെറിയ ചെറിയ അസസ്മെന്റ് ടൂളുകൾ യൂസ് ചെയ്തിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ വൺസ് ഒരു കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കുട്ടികളുടെ അനാലിസിസ് ടെക്നിക്സ് പഠിപ്പിക്കുന്ന മറ്റു പല കോഴ്സുകളും അതിന്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറെ ടെക്നിക്കൊക്കെ നമുക്ക് പിടികിട്ടും. ചൈൽഡ് സൈക്കോമെട്രിക് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെത്തേഡുകളുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കത് മനസ്സിലാകും. ഓക്കെ, ഇതിനപ്പൊ ഞാൻ ആ സർവേയുടെ ഡീറ്റെയിൽസ് ഞാനൊന്ന് തരാം. നിങ്ങൾക്ക് ഇനി പാർട്ട് 2 ഏത് ലെസൺസ് ഒക്കെയാ തീരാനുള്ളത്? ഇവിടെ ഡിഫൻസ് മെക്കാനിസം മാത്രമേ ഉള്ളൂ മാം. ആണോ? ഡിഫൻസ് മെക്കാനിസം ഞാൻ എടുക്കണേ തോന്നി. യെസ്, മാമിന്റെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ യൂണിറ്റ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ല മാം. പിന്നെ സൈക്കോളജിയും ഇപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജി. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണോ പറഞ്ഞേ? അല്ല മാം, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. സർവേ ആൻഡ് പ്രോജക്ട് മിനി റിസർച്ച്.
ചെയ്യേണ്ടത് 5 വീടുകൾ വിസിറ്റ് ചെയ്യുക. മിനിമം 5 ആണ് കേട്ടോ, മാക്സിമം എത്ര വേണമെങ്കിലും ചെയ്യാം. ചില ബാച്ചിലെ കുട്ടികൾ ഇപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് അങ്ങനെ നിർത്താൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല, കാലാകാലങ്ങളിൽ ഇതിന് പ്രസക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനാകുമ്പോൾ എളുപ്പമായിരിക്കും. ആ ഒരു ഷീറ്റ്, ഒരു ക്വസ്റ്റ്യൻ ഷീറ്റ് ഉണ്ട്, ആ ഷീറ്റ് കുട്ടികളുടെ കയ്യിലും കൊടുത്തു വിട്ടാൽ മതി. പാരന്റ്സിനോട് ഫിൽ ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം. പിന്നെ ഞാനൊരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 35 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും റെലവെന്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേർക്കണം എന്ന് തോന്നുവാണെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതില് 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. യെസ്, നോ, സംടൈംസ്, ചിലപ്പോൾ, നോട്ട് ഷുവർ, ഉറപ്പില്ല. അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. കാരണം ചില കാര്യങ്ങൾ നമുക്ക് യെസ്സും കൊടുക്കാൻ പറ്റില്ല, നോവും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴേക്കും നമുക്ക് അതിനനുസരിച്ച് സംടൈംസ്, നോട്ട് ഷുവർ എന്നുള്ള രീതിയിൽ വരും. ഓക്കെ. ഈസ് ദ ചൈൽഡ് ഗിവൺ ഫുഡ് വിത്ത് ഇനഫ് പ്രോട്ടീൻ? കുട്ടികൾക്ക് നല്ല പ്രോട്ടീൻ ഉള്ള ഭക്ഷണമാണോ കൊടുക്കുന്നത്? പിന്നെ കുട്ടികൾക്ക് പ്രൊട്ടക്റ്റീവ് വാക്സിനേഷൻ കൊടുത്തിട്ടുണ്ടോ? പിന്നെ ആവശ്യത്തിനുള്ള പ്ലേയിങ് ടോയ്സ് ഉണ്ടോ? പിന്നെ അതുപോലെ തന്നെ നൈബറുടെ കുട്ടികളുമായിട്ട് കളിക്കാനായിട്ട് പെർമിറ്റ് ചെയ്യാറുണ്ടോ? അതുപോലെ ഔട്ടിങ്സിന് പുറത്തു പോകാൻ കുട്ടികളെ കൂടെ നിങ്ങൾ കൂട്ടാറുണ്ടോ? പിന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കുട്ടി നല്ല രീതിയിൽ തന്നെയാണോ പെരുമാറുന്നത്? ചില ആളുകൾ പറയും ഗസ്റ്റ് വരുമ്പോഴേക്കും എന്നെ നാണം കെടുത്തി, അങ്ങനെയൊക്കെ പറയും. പിന്നെ കുട്ടികൾ അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ടോ? ഫ്രണ്ട്സുമായിട്ടോ വീട്ടിലോ ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത്. പിന്നെ ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടോ കുട്ടിക്ക്? ഡസ് ദ ചൈൽഡ് ഹാവ് ഷെയറിംഗ് മെന്റാലിറ്റി? പിന്നെ കുട്ടിയെ കുറിച്ച് ടീച്ചർ നല്ല അഭിപ്രായമാണോ പറയാറ്? പിന്നെ സിബ്ലിങ്സ്, ചേട്ടനോ അനിയനോ ചേച്ചിയോ അനിയത്തിയൊക്കെ ആയിട്ടോ വഴക്കുണ്ടാക്കാറുണ്ടോ? പിന്നെ വീടിനും പുറത്തും കുട്ടി ഹാപ്പിയാണോ? കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ട്രെയിൻഡ് വണ്ണാണോ? ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഉറപ്പൊന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അതാണ് നോട്ട് ഷുവർ, സംടൈംസ് എന്നൊക്കെ പറഞ്ഞുള്ളത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുട്ടിക്ക് വീട്ടില് റെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് അതിനൊക്കെ സമയം കൊടുക്കാറുണ്ടോ? പിന്നെ സ്കൂൾ അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ എന്തെങ്കിലും കണ്ടീഷൻസ്, ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടായിരുന്നു? പിന്നെ ഗാർഡിയൻസ് അല്ലെങ്കിൽ പാരന്റ്സ്, ചിലപ്പോൾ പാരന്റ്സ് തന്നെ കുട്ടികളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല, കുട്ടിയെ നോക്കുന്ന വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അതുകൊണ്ടാണ് ഗാർഡിയൻസ് കൊടുത്തത്. സ്കൂളിലെ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? പിന്നെ ഡിസിഷൻസ് എന്തെങ്കിലും എടുക്കുമ്പോൾ കുട്ടിയുടെ ഇൻട്രസ്റ്റും ഇഷ്ടവും ടേസ്റ്റും എല്ലാം കൺസിഡർ ചെയ്യാറുണ്ടോ? ഒരു ഉടുപ്പ് വാങ്ങാൻ പോകുമ്പോ അല്ലെങ്കിൽ ഒരു ടോയ് വാങ്ങുമ്പോൾ, കുട്ടിയുടെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങുമ്പോൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതിൽ കുട്ടിയുടെ ഇൻട്രസ്റ്റും ടേസ്റ്റും ഒക്കെ കൺസിഡർ ചെയ്യാറുണ്ട്. പിന്നെ കുട്ടിയുടെ ബിഹേവിയർ ടീച്ചർ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ടോ? പിന്നെ കുട്ടി എന്തെങ്കിലും നല്ല പ്രവൃത്തി, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ? എൻകറേജ് ചെയ്യാറുണ്ടോ? പിന്നെ എഡ്യൂക്കേഷണൽ എക്യുപ്മെന്റ് പഠിപ്പിക്കാൻ സ്കൂളിൽ യൂസ് ചെയ്യുന്നുണ്ടോ? പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് സ്കൂളില് അതിൽ കുട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിക്ക് എന്തെങ്കിലും മെത്തേഡ് സ്കൂള് ഫോളോ ചെയ്യാറുണ്ടോ? പിന്നെ ഒരു റൊട്ടീൻ, ഒരു ടൈം ടേബിൾ നമ്മൾ കുട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ കുട്ടിയുടെ ഒപ്പം ഇരുന്ന് TV കാണാറുണ്ടോ? വീട്ടില് മടിയുണ്ടോ? സ്കൂളില് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ? സ്കൂളിൽ നിന്നും ഹോംവർക്ക് തരാറുണ്ടോ? ഹോംവർക്ക് ചെയ്യാൻ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? പിന്നെ നമ്മൾ കുട്ടിയെ ഫിസിക്കലി എന്തെങ്കിലും പണിഷ്മെന്റ് അടിക്കുകയോ എന്തെങ്കിലും ഫിസിക്കൽ പണിഷ്മെന്റ് കൊടുക്കാറുണ്ടോ? കുട്ടിയെ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ടോ? മറ്റു കുട്ടികളോ അല്ലെങ്കിൽ സ്വന്തം സിബ്ലിങ്സ് ആയിട്ട് കമ്പയർ ചെയ്യാറുണ്ടോ? കുട്ടിയുടെ മുന്നിൽ വെച്ച് ഈ കമ്പാരിസൺ പറയാറുണ്ട്. ചിലര് കുട്ടി കേൾക്കാതെ ആയിരിക്കും പറയണത്, ചിലപ്പോൾ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഇതിനൊക്കെ അവനെ പോലെ ആവാൻ പാടില്ല, അങ്ങനെ രീതിയിലൊക്കെ പറയില്ലേ. പിന്നെ അല്ലെങ്കിൽ വേറൊരാളോട് സംസാരിക്കും കുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെ, ഇവൻ ഇങ്ങനെയാണ് അവൻ അങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ. Does the teacher or anybody from the school punish the child physically or mentally? കുട്ടിയെ അങ്ങനെ ഫിസിക്കലി മെന്റലി ഒക്കെ പണിഷ് ചെയ്യാറുണ്ടോ? പിന്നെ ടീച്ചറിന്റെ അടുത്ത് അങ്ങനെയുള്ള പണിഷ്മെന്റ് കൊടുക്കണം എന്ന പാരന്റ്സ് ആയി നിങ്ങൾ പറയാറുണ്ടോ? ഇടയ്ക്ക് അടി കൊടുക്കണം അങ്ങനെ ഇതൊക്കെ പറയാറുണ്ടോ? പിന്നെ പഠിക്കാനല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കുട്ടിക്ക് മൊബൈൽ കൊടുക്കാറുണ്ടോ? കുട്ടിക്ക് സ്വന്തമായിട്ട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉണ്ടോ? മൊബൈലോ ടാബോ ഐപാഡോ അങ്ങനെ ചെയ്യും. പിന്നെ ഫ്യൂച്ചറിൽ കുട്ടിയുടെ അഭിപ്രായം, ഇഷ്ടം, താല്പര്യം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഫഷണൽ കോഴ്സ്, കരിയർ റിലേറ്റഡ് കോഴ്സ് ഒക്കെ എടുക്കുമ്പോൾ കുട്ടിയുടെ താല്പര്യം ചോദിക്കുമോ, നമ്മൾ കൺസിഡർ ചെയ്യുമോ? ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനെയർ. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി ഇത് റിപ്പോർട്ടായിട്ട് നമ്മൾ എഴുതണം. ആദ്യം ഇത് ഡേറ്റാസ് ഒക്കെ ഇങ്ങനെ ഈ ഒരു പേജ് പ്രിന്റ് എടുത്തിട്ട് ഡേറ്റാസ് കളക്ട് ചെയ്ത്, ഞാൻ A4 ഷീറ്റിലാണ് റിപ്പോർട്ട് എഴുതിയത്. മാം പേപ്പറിൽ തന്നെ റിപ്പോർട്ട് എഴുതണം, അത് നമ്മുടെ ആക്ടിവിറ്റി ബുക്ക് അതിലെഴുതിയാൽ മതിയോ? ഒറ്റ റിപ്പോർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ എഴുതിയത്. മറ്റേ ബുക്ക് ഇരുന്ന് പറഞ്ഞാൽ പല പല അസൈൻമെന്റും കാര്യങ്ങളും ചെയ്തേക്കൊക്കെ ബാക്കിലായി പോകില്ല. നമുക്ക് റിപ്പോർട്ടായിട്ട് ഇത് കാണിക്കാമല്ലോ. കാരണം മാർക്ക് ലിസ്റ്റിൽ ആ റിപ്പോർട്ട് എന്നുള്ള അസൈൻമെന്റ് ആൻഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ലിസ്റ്റിൽ 100 മാർക്ക് കിടക്കുന്നത്. അസൈൻമെന്റിന് 100ഉം ഈ സർവേ റിപ്പോർട്ടിന് അസൈൻമെന്റിന് 15, സർവേ റിപ്പോർട്ടിന് 15, അങ്ങനെയാണ് ടോട്ടൽ 100 വരുന്നത്. നിങ്ങൾ ചെയ്ത എല്ലാ അസൈൻമെന്റിനും കൂടിയാണ് കേട്ടോ 50 വരും. ഓക്കെ, സർവേ ആൻഡ് പ്രോജക്ട്. അപ്പൊ ആദ്യം നമ്മളൊരു ഫ്രണ്ട് ഷീറ്റ് വെക്കണം. ഞാൻ അത്ര ഭംഗിയായിട്ടൊന്നല്ല ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ഒരു ഫ്രണ്ട് ഷീറ്റ് വെക്കാവുന്നതാണ്. പിന്നെ നമ്മൾ എന്തും എഴുതുമ്പോൾ ഒരു ആമുഖം എഴുതും അല്ലെ? പ്രിഫൈസ്, അതാണ് ഫസ്റ്റ് എഴുതേണ്ടത്. ഫ്രണ്ട് ഷീറ്റ് കഴിഞ്ഞിട്ട് അവിടെ സബ്മിറ്റഡ് ബൈ എന്ന് പറഞ്ഞ പേരും ബാച്ചും കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിഫൈസ് എന്ന് പറഞ്ഞ പേജാണ് എഴുതുന്നത്. പ്രിഫൈസ് എന്നുള്ളതാണ് അടുത്തത് എഴുതുന്നത്. As time passes, the method for adapting child care in home is different. In earlier days, the method was different compared to nowadays. It is different according to each person's also. In this survey, different aspects and different views can be seen. Within certain limitations, the child could enjoy his or her freedom. എന്ന് പറഞ്ഞിട്ട് ചെറിയ പാരഗ്രാഫ്, എല്ലാം ചെറിയ പാരഗ്രാഫ് എഴുതിയ, കുറെ ഇങ്ങനെ വാരി വലിച്ചൊന്നും എഴുതിയിട്ടില്ല. പ്രിഫൈസ്, ആദ്യം ആമുഖം എഴുതണം. എന്താണ് ഈ സർവേ ചെയ്യാനുണ്ടായ സാഹചര്യം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തിനാണ് ഈ സർവേ ചെയ്യുന്നത്, അതായിരിക്കണം ആമുഖത്തിൽ വരുന്നത്. ആമുഖം ബുക്കൊക്കെ എഴുതുന്ന ആമുഖം അങ്ങനെയല്ലേ എഴുതുന്നത്. ഈ ബുക്ക് എഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാണ് അവർ ആമുഖം എഴുതുന്നത്. നെക്സ്റ്റ് കണ്ടന്റ്സ്. കണ്ടന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സ് പേജ് ആണ്. ഈ പേജിൽ നമ്മൾ നമ്പർ ഇട്ട് എന്തൊക്കെയാണോ എഴുതുന്നത് അതായിരിക്കും നമ്മുടെ അടുത്ത പേജിലെ ഓർഡർ. മനസ്സിലായോ? കണ്ടന്റ്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് പേജ്. അപ്പൊ ഇൻഡെക്സ് പേജ് നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് പേജുകളിൽ വരുന്ന കാര്യങ്ങൾ ഓർഡറിൽ എഴുതും. ഫസ്റ്റ് വൺ, എയിം ഓഫ് ദ പ്രോജക്ട്. എയിം ഓഫ് ദ പ്രോജക്ട് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ. To determine whether the child care in our home is scientific or not. ആ രീതിയിലാണ് എയിം ഓഫ് ദ പ്രോജക്ട് ഒറ്റ സെന്റൻസിൽ ഞാൻ എഴുതിയിട്ടുള്ളൂ. നെക്സ്റ്റ്, എയിം ഓഫ് ദ പ്രോജക്ട് കഴിഞ്ഞ് മെത്തേഡ്. എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ സർവേ ഡേറ്റ കളക്ട് ചെയ്യാൻ പോയത്? നമ്മൾ ഫോണിലായി ചിലപ്പോൾ ഫോൺ ചെയ്തിട്ടായിരിക്കും നമ്മൾ ചോദിക്കുക, ചിലപ്പോൾ നമ്മൾ നേരിട്ട് പോകും. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ, ഏത് മെത്തേഡാണോ യൂസ് ചെയ്ത് ആ മെത്തേഡ് ഇട്ടു. ഞാനിവിടെ മെത്തേഡ് കഴിഞ്ഞ് അനാലിസിസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ മെത്തേഡ് കഴിഞ്ഞ് കളക്ഷൻ കൊടുക്കുക. കളക്ഷൻ ഒന്ന് നോട്ട് ചെയ്യട്ടോ. കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രിന്റ് എടുത്ത ആ ഒരു ഷീറ്റ് ഇല്ലേ, കോളം ടിക്ക് ചെയ്യാനുള്ളത്, ആ ഷീറ്റാണ് വെക്കേണ്ടത്. ആളുകളുടെ കൊടുത്ത് നമ്മളത് ടിക്ക് ചെയ്യിച്ച ആ ഷീറ്റാണ് കളക്ഷന്റെ അവിടെ വെക്കേണ്ടത്. അവിടെ ഒന്നും എഴുതാനില്ല, ജസ്റ്റ് കളക്ട് ചെയ്ത ഡേറ്റാസ് വെക്കുക. അത് കഴിഞ്ഞിട്ട് അനാലിസിസ്. നമ്മൾ ഈ ഇത്രയും ആളുകളുടെ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ഞാൻ അതിനകത്ത് അനാലിസിസിന് ഞാൻ എഴുതിയത് ഇൻ ദിസ് സർവേ, ഞാൻ അത് പെർസെന്റേജിലേക്ക് ആക്കി. ഞാൻ 5 പേരെ ചെയ്തുള്ളൂ, പെർസെന്റേജിലേക്ക് ആക്കി. ഇൻ ദിസ് സർവേ, വൺ തിങ് ഷുഡ് നോട്ടീസ് ദാറ്റ് 90% ഓഫ് പാരന്റ്സ് ആർ വില്ലിംഗ് ടു സപ്പോർട്ട് ചൈൽഡ്സ് നീഡ്സ് ആൻഡ് ഡിസയർ. എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരാൾ മാത്രമാണ് കുട്ടികളുടെ ഇഷ്ടമൊന്നും നമ്മൾ നോക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്പോയിലായി പോകും, നല്ല അടി കൊടുത്ത് വളർത്തണം, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെ 10% എന്നുള്ള കാറ്റഗറിയിൽ വെച്ചത്. ചില ആളുകള്, ഞാൻ ചെറുപ്പത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ട് എന്നെ ഒത്തിരി പണിഷ് ചെയ്യായിരുന്നു പാരന്റ്സ്, ഞാൻ ഒരിക്കലും എന്റെ കുട്ടികളോട് അങ്ങനെ പെരുമാറില്ല എന്ന് പറഞ്ഞ പാരന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അതൊക്കെ അനാലിസിസിൽ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ്, അനാലിസിസ് കഴിഞ്ഞു കഴിഞ്ഞാല് ഒപ്പീനിയൻ. അതായത് നമ്മൾക്കൊരു പേഴ്സണൽ അഭിപ്രായം ഉണ്ടാവുമല്ലോ, ഒപ്പീനിയൻ ഉണ്ടാവും.
ഈ ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്താണോ തോന്നിയത്, അതാണ് എഴുതുന്നത്. ഞാൻ എഴുതി ഫ്രീഡം ഈസ് ദ ബർത്ത് റൈറ്റ് ഓഫ് ദി ഹ്യൂമൻ ബീയിങ്. സോ ഈച്ച് ആൻഡ് എവറി ചൈൽഡ് ഷുഡ് ഗീവ് the freedom, but within some limitations. Parents should be there always for supporting, encouraging, and guiding them, so that the environment should be comfortable for the kids. ആ രീതിയിലാണ് ഞാൻ എൻ്റെ ഒപ്പീനിയൻ ആയിട്ട് എഴുതിയത്. പിന്നെ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ, അതും സപ്പോർട്ടും കൂടെ ഒരുമിച്ചാക്കിയിട്ട് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ മതി, സപ്പോർട്ട് സെപ്പറേറ്റ് വേണ്ട. അതായത് നമുക്ക് ഏതെങ്കിലും ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസീവ് വർക്ക് നടത്തണം, എന്തെങ്കിലും ഒരു അവയർനെസ് കൊടുക്കണം, അങ്ങനെ ഒരു തോന്നിയോ എന്നുള്ളത്. ഒന്നും തോന്നിയില്ല, എല്ലാ പാരന്റ്സും നല്ല രീതിയിൽ തന്നെയാണ് കുട്ടികളുടെ കാര്യം ചെയ്യുന്നതെങ്കിൽ there is no need of any progressive works to be done എന്നുള്ളത് അങ്ങനെ എഴുതി വെക്കാം. ഇനി അതല്ല നമുക്ക് എവിടെയെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ അത് എഴുതാം. സം അവയർനെസ് മേക്കിംഗ് ആൻഡ് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതി വെക്കാം. പിന്നെ കൺക്ലൂഷൻ, ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യണം ലാസ്റ്റ്. നമ്മളൊരു റിപ്പോർട്ട്, ഒരു പ്രോജക്റ്റ് അങ്ങനെയാണല്ലോ, റിപ്പോർട്ട് എഴുതുമ്പോൾ കൺക്ലൂഷൻ കൊടുക്കുമല്ലോ. പ്രോപ്പർ സപ്പോർട്ട് ആൻഡ് പ്രോപ്പർ കെയർ ഷുഡ് ബി ഗിവൺ ടു ദ ചൈൽഡ് ഫോർ ദെയർ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ്. സോ ഈച്ച് പാരന്റ് ഷുഡ് ടേക്ക് കെയർ ഓഫ് ദീസ് തിങ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്തു. ഇത്രയുമാണ് നമുക്ക് സർവേ റിപ്പോർട്ടിൽ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്തു വെക്കൂ, കാരണം ചെയ്യാനുള്ള ഒരു സമയം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. നമുക്കത് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, ഞാൻ അയക്കാൻ പറഞ്ഞു. പറയാമെന്നോ? മിസ്സേ, ഈ മോഡൽ എക്സാമിനില്ലേ പാർട്ട് 1 ആ 8th ചാപ്റ്റർ വരെയാണ് ഉള്ളത് മിസ്സേ? മോഡൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേം 1 എക്സാമിനേഷന്റെ കാര്യമാണോ ചോദിക്കുന്നത്? അതെ അതെ. ടേം 1 എക്സാമിനേഷന് പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ടായിരിക്കും. പിന്നെ ഇംഗ്ലീഷും അല്ലെ? അതായത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷന് ഫുള്ള്, പിന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഫിസിയോളജി അത് ഫുള്ള് അല്ലെ, 10th ചാപ്റ്റർ. പിന്നെ ഇംഗ്ലീഷിലുള്ളത് അല്ലെ? എന്നോട് കുട്ടി ചോദിക്കും. 50 ക്വസ്റ്റ്യൻ ആയിരിക്കും. 40 ക്വസ്റ്റ്യൻ ആണ് പാർട്ട് 1നും 2നും, 10 ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷ്. 2 മാർക്ക് വെച്ച് 100ലായിരിക്കും. മിസ് പിന്നെ ഈവനിങ് ക്ലാസ് എടുക്കുന്നു പറഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. സാറ്റർഡേ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും പറയണ്ടല്ലേ? അത് പോർഷൻ തീർന്നില്ലെങ്കിൽ, ടേം 1 എക്സാമിനേഷന് മുമ്പ് നിങ്ങളുടെ പോർഷൻ തീർന്നില്ലെങ്കിൽ ഞാൻ എടുക്കാമെന്നായിരുന്നു. കാരണം കുറെ ട്യൂസ്ഡേയ്സ് ആണ് മുടങ്ങിയത്. ഇപ്പൊ എനിക്ക് ഇനി ഡിഫൻസ് മെക്കാനിസം കൂടെ എടുത്താൽ മതിയല്ലോ. ടേം 1ന്റെ ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. ടേം 1 എക്സാമിനേഷന്റെ കിട്ടിയോ? പിന്നെ ഡേറ്റ് ആയിട്ടില്ല. ഡേറ്റ് എവിടെ വന്നെ? ഡേറ്റ് എവിടെ വന്നെ? നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ വരും. ഓക്കെ ഓക്കെ. ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഷാരി? അത് ടേം 1 എക്സാമിനേഷന്റെ ടൈം ടേബിൾ, ആ ഒരു ഡേറ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ വരും. ആവണേ ഉണ്ടാവുള്ളൂ, അതായിരിക്കും. കാരണം 15 കഴിഞ്ഞു, അപ്പൊ നിങ്ങളുടെ ആവാറായിട്ടുണ്ടല്ലോ. ഓക്കെ, ഒന്നുമില്ലല്ലോ മാം. ക്വസ്റ്റ്യൻസ് ക്ലാസ് റൂമിൽ നമുക്ക് സർവേക്കുള്ള ക്വസ്റ്റ്യൻ അതിന് ക്ലാസ് എടുത്ത് എക്സാം വരുമ്പോഴത്തേക്കും ചെയ്യണതാണ്. അപ്പൊ എന്താ പറയാ, എക്സാം ഇപ്പൊ ഓൺലൈനിൽ ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യണല്ലോ. അപ്പൊ ഇതൊക്കെ ഓണാവോന്നൊക്കെ ഉള്ള ഒരു പേടി ഉണ്ട് മിസ്സേ. അങ്ങനെയൊക്കെ വന്നാൽ കുഴപ്പമില്ലല്ലോ. ഇനി അന്നത്തെ ദിവസം അത് ശരിയായി പറ്റുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. അതേ പാറ്റേണിലാണ് മെയിൻ എക്സാം. മെയിൻ എക്സാമിന് മുമ്പ് നിങ്ങൾ 2 ഓൺലൈൻ എക്സാം എഴുതി കഴിയും, ടേം 1ഉം ടേം 2. അപ്പൊ തന്നെ അതിന്റെ
ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പിടികിട്ടും. ആ അത് ഇതിന്റെ ലിങ്ക് ഇടുമ്പോ കേറാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ട്. അങ്ങനെ വന്നെങ്കിൽ പിന്നെ ഇടുവല്ലോ അല്ലേ എക്സാം ടേം 1 കേറാൻ പറ്റുമോന്ന്. ആ ടേം 1 ടേം 2 ആ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്, ഒരു മോഡൽ എക്സാംസ് ആണ്. അതേ പാറ്റേണിലും അതേ രീതിയിലുമാണ്, ടെക്നിക്കലി അതേ രീതിയിലാണ് മെയിൻ എക്സാം നടത്തുന്നത്. ഓക്കെ മിസ്. ആ ഒരു ടെൻഷൻ വേണ്ട. അപ്പൊ മെയിൻ എക്സാം ആകുമ്പോഴേക്കും നമ്മൾ പഠിക്കും എങ്ങനെ എക്സാമിന് കയറണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻ എക്സാം ആകുമ്പോഴേക്കും പഠിക്കും. അല്ല ഞാനിപ്പൊ കേറുന്ന എക്സാമിന് കേറാൻ പറ്റുമോ ഇല്ലേന്നൊരു ഇത് മനസ്സിലായ. ക്ലാസ് റൂമിൽ കയറുന്നത് ഒരു ഗൂഗിൾ മീറ്റിലല്ലേ? ഇപ്പൊ കേറിയല്ലേ? അതെ. അതെ അതെ. എക്സാമിന് ഒരു ഗൂഗിൾ മീറ്റ് ലിങ്ക് തരും. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ആ ലിങ്കിൽ കയറി ഇതുപോലെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ ഇരിക്കണം. മാൻഡേറ്ററി ആയിട്ട് പറയുന്നത്, കമ്പൽസറി ആയിട്ട് പറയുന്നത് ഓഡിയോ മ്യൂട്ട് ചെയ്ത് വീഡിയോ ഓൺ ചെയ്യണം. നമ്മുടെ എക്സാമിന്റെ കറക്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ, ഒഫീഷ്യൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇല്ലേ, അതില് ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് വരും. അതായത് മോക്ക് ടെസ്റ്റിനൊക്കെ ലിങ്ക് വരില്ലേ, അതുപോലെ ലിങ്ക് വരും. അപ്പൊ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വരും. മോക്ക് ടെസ്റ്റിന്റെ അതേ ഫോമാറ്റിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വരും. മോക്ക് ടെസ്റ്റ് 10 ക്വസ്റ്റ്യനോ അത്രയൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. ഇതിൽ 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും. മോക്ക് ടെസ്റ്റിന്റെ കാര്യം എന്ന് വെച്ചാൽ അപ്പൊ തന്നെ സ്കോർ അറിയാൻ പറ്റും, ഇത് അപ്പൊ തന്നെ സ്കോർ അറിയാൻ പറ്റില്ല. പിന്നെ ഇതൊരു ടൈമില് തീരണം. 1 മണിക്കൂറായിരിക്കും സമയം. 10 മിനിറ്റ് ഒക്കെ മതി. 20 മിനിറ്റ്സ് കൊണ്ടൊക്കെ കുട്ടികൾ തീരാറുണ്ട്. പിന്നെ അന്നത്തെ ദിവസം ടെക്നിക്കൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഒക്കെ റേഞ്ച് ഒക്കെ ഉള്ള സ്ഥലമൊക്കെ നേരത്തെ ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്ത് റേഞ്ച് ഉള്ളത് എവിടെയാന്നൊക്കെ അറിയാലോ, അതിനനുസരിച്ചൊക്കെ സെറ്റ് ആക്കി വെക്കുക. വീട്ടിലുള്ളവരോട് മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കുക, നമ്മളൊന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, കോള് വരാത്ത രീതിയിൽ ഫോൺ സെറ്റ് ചെയ്യുക. കോള് വന്ന എന്ത് ചെയ്യും മിസ്? ഇപ്പൊ നമുക്ക് എല്ലാരോടും പറയാൻ പറ്റില്ല. കോള് കട്ട് ചെയ്യണം. അറ്റൻഡ് ചെയ്യാതിരുന്നാ പോരെ? വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ഇതിലിടുക, എയർപ്ലെയിൻ മോഡിലിടുക. എന്നാലും വാട്സാപ്പ് കോൾ ചെയ്യുന്നവരുണ്ടാവും. അറ്റൻഡ് ചെയ്യാതെ കട്ട് ചെയ്താൽ മതി. 2-3 പ്രാവശ്യം ആകെ 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ വന്നത്? ആകെ 50 മാർക്കല്ല, 50 ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്, 100 മാർക്ക്. 50 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനും 2 മാർക്കാ? ഓക്കെ മിസ്. അതിൽ ഇംഗ്ലീഷിന് 10 ക്വസ്റ്റ്യനാ? 10 ക്വസ്റ്റ്യൻ. ബാക്കി പാർട്ട് 1 പാർട്ട് 2 40 ക്വസ്റ്റ്യൻ. ഓക്കെ മിസ്, താങ്ക് യു. ശരി, ഓക്കെ ബൈ. Thank you.